അവസരം ഏത് സമയത്ത് എങ്ങനെ കച്ചവടം ചെയ്യണമെന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ 9 ദിവസത്തെ സെഷന്റെ ആവശ്യമായിരുന്നത് ഇന്നെടുക്കുന്ന തീരുമാനങ്ങളിലെ കൃത്യതയിലേക്ക് എത്തിക്കുക എന്നാണ്. എങ്ങനെ കൃത്യമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, വേ ഓഫ് തിങ്കിങ് എന്നൊരു ടോപ്പിക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആ വേ ഓഫ് തിങ്കിങ് കേട്ടിരിക്കുമ്പോൾ ഇങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ആ ചിന്തയല്ല വേണ്ടത്. പ്രാക്ടിക്കലായി നിങ്ങൾ അതിന് സമയം ചെലവഴിക്കുമ്പോഴാണ് ഇന്ന് പറഞ്ഞു തരുന്ന ശൈലിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ മുതൽ വേണമെങ്കിൽ റിയൽ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂടെ ബാച്ചിൽ പങ്കെടുക്കുന്ന കുറച്ചു പേരൊക്കെ റിയൽ ബിസിനസ്സിൽ കച്ചവട ലാഭമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. നാളെ നിങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു ബിസിനസ് ആരംഭം, അത് നിങ്ങൾ ആരുടെ കൂടെ ഏത് കമ്പനി എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങളുടെ ഔചിത്യമാണ്. പക്ഷെ തുടങ്ങി വെക്കുക, റിയൽ ബിസിനസ്സിലേക്ക് കടന്നു വരിക, അത് ചെയ്യുന്നത് മുഖേന ഡിസിപ്ലിൻ പാലിക്കുക. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾ, ഇന്ന് പറഞ്ഞു തരുന്ന ഈ 5 മിനിറ്റിലെ പരിപാടി എക്സിറ്റ് പോയിന്റ് ഏതാണ് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി സംശയമില്ലാത്ത രീതിയിൽ വൺ ടൈം അല്ല, സ്ഥിരമായി ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നതാണ് യാഥാർത്ഥ്യം. സുഹൃത്തുക്കൾ, ഇന്നത്തെ എക്സിറ്റ് പോയിന്റ്സിനെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നത് ചാർട്ട് സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച അതേ ചാർട്ട് സ്റ്റഡി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ റീകൺഫർമേഷൻ എന്ന ടോപ്പിക് മുൻപ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 100% ഉറപ്പുള്ള അവസരം എന്ന് പറയുന്ന അവസരം എന്ത്, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നും മുൻപോട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, മൂവിങ് ആവറേജസ് എന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ടും എക്സിറ്റ് പോയിന്റ് ഉണ്ട്. ഒപ്പം നമുക്ക് ക്ലൗഡ് എന്ന ടോപ്പിക് ഉപയോഗിച്ചുകൊണ്ട് എക്സിറ്റ് പോയിന്റ് വ്യത്യസ്തമാണ്. പിന്നെ മൂവിങ് ആവറേജിന്റെ എല്ലാം മൂവിങ് ആവറേജ് 14, 21, 100, 200. അപ്പൊ എനിക്ക് സാധാരണഗതിയിൽ തീരുമാനം എടുക്കാനോ ക്ലാസ് എടുക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നത് 3 ലേഔട്ടുകളാണ്. ഒന്ന്, മൂവിങ് ആവറേജ് 14ഉം 21ഉം ഉപയോഗിക്കുന്ന ലേഔട്ട്. തീരുമാനം എടുക്കാൻ ഉപയോഗിക്കുന്നതും ഈ 3 എന്ന നിലയിലാണ്. ഫ്രീ സ്റ്റൈൽ ഉണ്ട് കേട്ടോ. ഇച്ചിമൂക്കോ ക്ലൗഡ് എന്ന ടൂളാണ് മറ്റൊന്ന്, നിർബന്ധമായി നമുക്ക് പാലിച്ചു പോകേണ്ട സംവിധാനം. പിന്നെയോ മൂവിങ് ആവറേജിന്റെ എല്ലാം കൂടി കോമ്പിനേഷൻ. ആദ്യം ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നത് ക്ലൗഡ് എന്ന അല്ലെങ്കിൽ ഇച്ചിമൂക്കോ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ക്രീൻ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. സുഹൃത്തുക്കളെ, എക്സിറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ല, വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ശ്രദ്ധിച്ചോളൂ. ഒരേ ഒരു റൂളേ ഉള്ളൂ. ആദ്യം ഈ ഇച്ചിമോക്കോലെ ക്ലൗഡിന്റെ ടൂളിന്റെ പ്രത്യേകത പറയാം. ഈ ക്ലൗഡ് എന്ന ടൂള് നമ്മൾ ലാസ്റ്റ് നിൽക്കുന്ന ക്യാൻഡിൽ എന്താണോ അതിനേക്കാൾ മുൻപോട്ട് ഫോം ചെയ്യും. മുൻപോട്ട് നമുക്ക് ലാസ്റ്റ് ക്യാൻഡിൽ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ക്ലൗഡ് എന്ന ടൂള് കുറെ കൂടി മുൻപോട്ടുണ്ടല്ലോ, അത് അഹെഡാണ്. മാർക്കറ്റിൽ ഒരേ ഒരു ടൂളാണ് ലാസ്റ്റ് പ്രൈസ് നിൽക്കുന്നതിനേക്കാൾ മുൻപോട്ടുള്ള സപ്പോർട്ടുകളോ റെസിസ്റ്റൻസുകളോ കാണിക്കുന്നത്. അത് ഇച്ചിമൂക്കോ അല്ലെങ്കിൽ ക്ലൗഡ് എന്ന ടൂളാണ്. അതാണ് അതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ടൂളുകളും ലാസ്റ്റ് നിൽക്കുന്ന ക്യാൻഡിൽ ഏതാണോ അവിടം വരെ എത്തി നിൽക്കുക എന്നതാണ് സാധാരണ ചെയ്യുക. സുഹൃത്തുക്കളെ, റൂൾ ഇത്രയേ ഉള്ളൂ. എക്സിറ്റ് പോയിന്റ്സിന് നമ്മൾ കാരണമാകുന്ന അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നത് സ്റ്റോപ്പ് ലോസുകളെ അടിസ്ഥാനമാക്കിയാണ്, ശാസ്ത്രീയമായ സ്റ്റോപ്പ് ലോസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടപ്പോൾ ഇത്ര ഡോളർ സ്റ്റോപ്പ് ലോസ്, ഇങ്ങനെ അങ്ങനെയല്ല വേണ്ടത്. ശാസ്ത്രീയമായ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സെറ്റ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതല്ലയോ നിങ്ങൾക്ക് സമയാസമയത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എങ്ങനെ ഏറ്റവും ശാസ്ത്രീയമായ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാം? ക്ലൗഡ് എന്ന ടൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്ലൗഡിന്റെ മുകളിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ക്ലൗഡിന്റെ ലോവർ പാർട്ടാണ് സപ്പോർട്ട്. ക്ലൗഡ് എന്നത് ഒരു തിക്കർ ടൂളല്ലേ, കട്ടി കൂടിയത്. അങ്ങനെ അല്പം കട്ടിയുണ്ടല്ലോ അതിന്. ഈ ക്ലൗഡിന്റെ മുകളിലേക്ക് പുതിയ ക്യാൻഡിൽ തുറന്നു, മണിക്കൂർ അടിസ്ഥാനമാക്കി. അപ്പൊ നമ്മൾ വാങ്ങുകയാണ്. അപ്പൊ വാങ്ങുന്ന സമയത്ത് വലതുവശത്ത് ഒരു വിലയുണ്ട്, അവിടെ നിന്നാണല്ലോ വാങ്ങുക. ആ വിലയ്ക്ക് വാങ്ങുമ്പോൾ ക്ലൗഡിന് ലോവർ സൈഡ് ഉണ്ട്. ക്ലൗഡിന് ഇങ്ങനെ കട്ടി കൂടിയ വശത്തിൽ താഴ്ന്ന വശം. ഈ താഴ്ന്ന വശത്തിന്റെ വലതുവശത്തൊരു വിലയുണ്ട്. അപ്പൊ വില താഴത്തേക്ക് വന്നാൽ എവിടം വരെ വരും? അതവിടെ വന്നേക്കാമെന്ന്, താഴ്ന്ന വരെ വന്നേക്കാം. അപ്പൊ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം? ക്ലൗഡിന്റെ താഴ്ന്ന വശത്തേക്കാളും $2 താഴെയായിരിക്കണം. ഇത് ക്ലൗഡിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതേ സമയത്ത് ക്ലൗഡിന്റെ താഴെ ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ. ക്ലൗഡിന്റെ താഴെ കട്ടി കൂടിയതിന്റെ വലതുവശത്ത് നിങ്ങൾക്കൊരു വില കാണാം. അപ്പൊ ആ വിലയെക്കാളും $2 താഴെയായിരിക്കണം സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ടേക്ക് പ്രോഫിറ്റ് എത്രയായിരിക്കണം? നമുക്ക് എത്രയാണോ സ്റ്റോപ്പ് ലോസ് കിട്ടിയത്
ആ സ്റ്റോപ്പ് ലോസിനേക്കാൾ ഇരട്ടിയായിരിക്കണം. ഉദാഹരണം ശ്രദ്ധിച്ചു കേൾക്കുക. 4100 എന്നാണ് രാവിലെ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലൗഡിന്റെ മുകളിൽ കയറിപ്പ് വില എന്ന് വിചാരിക്കുക. 4100 സാങ്കല്പികം. 4100 അവിടുന്ന് വാങ്ങുമ്പോൾ ക്ലൗഡിന്റെ ലോവസ്റ്റ് പാർട്ട് എവിടെയാന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ ക്ലൗഡിന്റെ ലോവസ്റ്റ് പാർട്ട് നോക്കിയപ്പോൾ 4080 എന്ന് വിചാരിക്കുക. 4100 നിന്നാണ് നിങ്ങൾ വാങ്ങുന്നത്. അപ്പൊ ക്ലൗഡിന്റെ ലോവസ്റ്റ് പാർട്ട് 4080, $20 താഴെയാണ്. അങ്ങനെയെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് ആ 80നേക്കാളും $2 മിനിമം താഴെ, എന്ന് പറഞ്ഞാൽ 78. 4078 ആയിരിക്കണം മിനിമം സ്റ്റോപ്പ് ലോസ്. അപ്പൊ നമുക്ക് എത്ര സ്റ്റോപ്പ് ലോസ് കിട്ടി? $22 സ്റ്റോപ്പ് ലോസ് കിട്ടി. $22 സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ ടേക്ക് പ്രോഫിറ്റ് എത്രയായിരിക്കണം? 44. എവിടെ നിന്ന്? നമ്മൾ വാങ്ങുന്ന ക്ലൗഡിന്റെ മുകളിലുള്ള സമയത്തുള്ള വിലയേക്കാൾ $44 മുകളിലേക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കണം. വീണ്ടും ആവർത്തിക്കുകയാണ്. ക്ലൗഡിന്റെ മുകളിൽ നിന്ന് വാങ്ങിയാൽ ആ തിക്കർ ടൂളാകുന്ന ക്ലൗഡിന്റെ ഫ്യൂച്ചർ ക്ലൗഡ് കേട്ടോ, ഒരിക്കലും പാസ്റ്റിലേക്ക് നോക്കരുത്. നമ്മളുടെ ലാസ്റ്റ് ക്യാൻഡിൽ നിൽക്കുന്ന അവിടെ മുതൽ മുൻപോട്ട് ഫോം ചെയ്തിരിക്കുന്ന ക്ലൗഡിന്റെ ലോവസ്റ്റ് പാർട്ടാണ് സപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഈ ഒരു ക്യാൻഡിൽ വിചാരിക്കുക, നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു വലിയ ക്യാൻഡിൽ കാണാം. ഞാൻ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എൻ്റെ സ്ക്രീനിൽ. ഇവിടെ ക്യാൻഡിൽ ഉണ്ട്. ഈ ക്യാൻഡിലിന്റെ ബോഡിയാണ് എപ്പോഴും പരിഗണിക്കുന്നുള്ളൂ. ബോഡി തുടങ്ങിയത് ഇതിന്റെ അപ്പുറം ഇവിടെ ക്ലൗഡിന്റെ തൊട്ട് മുകളിൽ ഇവിടെ വലതുവശത്തൊരു വിലയുണ്ട്. അവിടെ വില 4007, 4007 എന്നൊക്കെയാണ്. ഇവിടെ മുതൽ ഈ ക്യാൻഡിൽ മുതൽ മുൻപോട്ട് ഫോം ചെയ്തിരിക്കുന്ന ക്ലൗഡ്, ഈ ഒരു ക്യാൻഡിൽ തുടങ്ങിയ സമയത്ത് മുൻപോട്ട് ഫോം ചെയ്തിരിക്കുന്ന ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുണ്ട്. അതിന്റെ ലോവസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടോ, ഞാൻ ഈ ക്ലൗഡിന്റെ താഴെ അവിടെ വില 3984, 3984. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ 4008 നിന്ന് വാങ്ങുമ്പോൾ 4008 നിന്ന് വാങ്ങുമ്പോൾ 3983 എന്നത് സ്റ്റോപ്പ് ലോ. അതാണ് അവിടം വരെ വന്നേക്കാമെന്ന്, അതാണ് സപ്പോർട്ട് എന്ന്. അവിടം വരെ താഴേക്ക് വന്നേക്കാമെന്ന്. അതിനേക്കാൾ $2 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. ഈ ക്യാൻഡിൽ തന്നെ നോക്കൂ, ക്ലൗഡിന്റെ മുകളിൽ തുടങ്ങി എന്നിട്ട് നേരെ പോവുകയാണ് ചെയ്തത്. ഇല്ല, താഴത്തേക്ക് പോന്നു. താഴെ ഒരു ഷാഡോ കണ്ടോ? അതിന്റെ ലോവസ്റ്റ് പ്രൈസ് വന്നു. എവിടം വരെ വന്നു? ഈ ഫ്യൂച്ചർ ക്ലൗഡിന്റെ താഴത്തേക്ക് പോയോ? ഇല്ല. വില താഴത്തേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ക്ലൗഡിന്റെ താഴെ കടന്നോ? ഇല്ല. പകരം നിങ്ങൾ ഈ ക്യാൻഡിൽ തുടങ്ങിയപ്പോൾ വാങ്ങുകയും ഒരു $2 അല്ലെങ്കിൽ $4 സ്റ്റോപ്പ് ലോസ് വെച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ വാങ്ങിയ വില 4008, താഴത്തേക്ക് ക്യാൻഡിൽ വന്നത് 3989. $4 $10 നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നെങ്കിലും കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ക്ലൗഡിന്റെ മുകളിൽ നിന്ന് വാങ്ങുമ്പോൾ ക്ലൗഡിന്റെ താഴെ, ഫ്യൂച്ചർ ക്ലൗഡിന്റെ താഴെ, അതിനേക്കാളും $2 താഴെ സ്റ്റോപ്പ് ലോസ്. എത്രയാണോ സ്റ്റോപ്പ് ലോസ് കിട്ടിയത് അതിന്റെ ഇരട്ടി ടേക്ക് പ്രോഫിറ്റ്. സങ്കല്പിക്കൂ, ഇനി ഇവിടെ ഈ ലാസ്റ്റ് നിൽക്കുന്ന ക്യാൻഡിൽ താഴത്തേക്ക് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നു. ക്ലൗഡിനകത്ത് കയറുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കില്ലല്ലോ. ക്ലൗഡിനകത്ത് കയറിയിട്ട് ഒന്നുകിൽ പുറത്തേക്ക് മുകളിൽ പുതിയ ക്യാൻഡിൽ തുടങ്ങാം, അല്ലെങ്കിൽ താഴത്തേക്ക് തന്നെ പുതിയ ക്യാൻഡിൽ, ഫ്രഷ് ന്യൂ ക്യാൻഡിൽ തുടങ്ങാം. അപ്പൊ താഴത്തേക്കാണ് തുടങ്ങിയതെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ വിൽക്കുകയാണെന്ന് വിചാരിക്കുക. 4077 വിൽക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെയാ? ഫ്യൂച്ചർ ക്ലൗഡ്. ഫ്യൂച്ചർ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഫ്യൂച്ചർ ക്ലൗഡിന്റെ അപ്പർ പാർട്ട്. ഇത്രയും ദൂരെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. ഇത്രയും സ്റ്റോപ്പ് ലോസ് ഇടണോ? നിങ്ങളുടെ ഔചിത്യമാണ്. പക്ഷെ ചില ആൾ പറയാറുണ്ട്, ഞാൻ $4 സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ, $10 സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ നിങ്ങൾ കണക്കൂട്ടിക്കൊണ്ടാണ് കച്ചവടം സമീപിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോൾ ഹിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം എന്താ? നിങ്ങൾ മാർക്കറ്റിന് കണക്കാക്കിയല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് കണക്കാക്കി തീരുമാനിക്കുന്നു. എൻ്റെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ എന്ന് മാർക്കറ്റ് തിരിച്ചറിഞ്ഞിട്ട്, അയ്യോ പാവത്തിൻ്റെ അടുത്ത് കുറച്ച് പൈസയുള്ളൂ, എന്നാൽ പിന്നെ താഴേക്ക് പോകണ്ട. അങ്ങനെയുണ്ടോ മാർക്കറ്റ്? അങ്ങനെയുണ്ടോ ഒരു മാർക്കറ്റ് മൂവ്മെന്റ്? ഓ, ഇന്ന് കുറച്ച് മുകളിലേക്ക് പോയേക്കാം, ഇയാൾ ഇത് ഇങ്ങനെയാ, അത്യാവശ്യം പൈസ ഉള്ള എന്നാൽ കുറച്ച് കൂടുതൽ മുകളിലേക്ക് പോയേക്കാം. അങ്ങനെയുണ്ടോ മാർക്കറ്റ്? നമ്മൾ പങ്കെടുക്കുന്ന ആളുകൾ, മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന ആളുകൾ, സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ വ്യക്തികളാണെന്ന തിരിച്ചറിവോടുകൂടി മാർക്കറ്റ് എന്ന വ്യവസ്ഥ അത് അതിൻ്റെതായ ശൈലിയിൽ പോകുമെന്ന വ്യവസ്ഥ ആ തിരിച്ചറിവോടുകൂടി മാർക്കറ്റിന് കണക്കാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. മാർക്കറ്റിന് ഉണ്ടാകേണ്ട സ്റ്റോപ്പ് ലോസ് കണക്കാക്കി നമ്മൾ സെറ്റ് ചെയ്യുക.
അല്ലാതെ എനിക്ക് തോന്നുന്ന സ്റ്റോപ്പ് ലോസ് കിട്ടുമ്പോഴാണ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് കിട്ടിയും തിരിച്ചു മാർക്കറ്റ് കയറി പോകും. പലരും പറയുന്ന കേൾക്കാറുണ്ട്, ഞാൻ ആ ബ്രോക്കറിന്റെ കൂടെ കച്ചവടം നടത്തി, ഞാൻ ഇപ്പുറത്തെ ബ്രോക്കറിന്റെ കൂടെ കച്ചവടം നടത്തി, ഞാൻ ആ കമ്പനി സ്റ്റോക്സ് കുറെ കാലം ചെയ്താണ്, എന്നിട്ട് ഇവർ എപ്പോഴും എപ്പോഴും സ്റ്റോപ്പ് ലോസ് ചെയ്യും. ഞാൻ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ അവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് ചെയ്യും, തിരിച്ചു കയറി പോകും അത്രേ. പലരും പറയുന്ന കേൾക്കാറുണ്ട്. സുഹൃത്തുക്കളെ, മുൻകാലങ്ങളിൽ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹലോ, ആരുല്ലേ? അനുഭവമുള്ളവരാരുമില്ല. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലേ സുഹൃത്തുക്കളെ. അത് നമ്മൾ ശാസ്ത്രീയമായ സ്റ്റോപ്പ് ലോസിന് പകരം നമുക്ക് ഇഷ്ടമോ തോന്നുന്ന, സുരക്ഷിതം നമുക്ക് സ്വയം തോന്നുന്ന തോന്നലിന് കണക്കാക്കി തീരുമാനം എടുക്കുമ്പോഴാണ്. ക്ലൗഡ് എന്ന ടൂളാണ് നിങ്ങൾ റിയൽ ലൈഫിൽ തീരുമാനം എടുക്കാൻ ഉപയോഗിക്കുന്നത് വിചാരിച്ചോ. ക്ലൗഡിന്റെ മുകളിൽ നിന്ന് വാങ്ങിയാൽ ക്ലൗഡിന്റെ താഴെ സ്റ്റോപ്പ് ലോസ്, ക്ലൗഡിന്റെ താഴെ നിന്ന് വിറ്റുകൊണ്ട കച്ചവടമെങ്കിൽ ക്ലൗഡിന്റെ അപ്പർ ഭാഗത്ത് സ്റ്റോപ്പ് ലോസ്. എന്താണോ സ്റ്റോപ്പ് ലോസ് അതിന്റെ ഇരട്ടി ടേക്ക് പ്രോഫിറ്റ്. ഇതിനപ്പുറം യാതൊരു റൂളുമില്ല എക്സിറ്റ് പോയിന്റ്സിന്. ഇനിയോ മൂവിങ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതേ തീരുമാനം നടപ്പിലാക്കുന്ന ശൈലിയിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് മൂവിങ് ആവറേജിന്റെ എല്ലാം ഉള്ളത്, മൂവിങ് ആവറേജ് 14-ഉം 21-ഉം 100-ഉം 200-ഉം ഉള്ള കോമ്പിനേഷനിലേക്കാണ് സ്ക്രീൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ. ചുവന്ന നിറത്തിൽ മൂവിങ് ആവറേജ് 14, അത് കഴിഞ്ഞ് അത് തൊട്ടു താഴെ നീല നിറത്തിൽ മൂവിങ് ആവറേജ് 21, അതിൻ്റെ തൊട്ടു താഴെ മൂവിങ് ആവറേജ് 100 എന്ന നിലയിൽ അക്വമറീൻ എന്ന നിറമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മൂവിങ് ആവറേജ് 200 ക്ലൗഡിന്റെ ഇതിന്റെ ഏറ്റവും താഴെ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് 4 ഇൻഡിക്കേറ്റേഴ്സും സ്ക്രീനിൽ കാണാം. മൂവിങ് ആവറേജ് 14-ഉം 21-ഉം 100-ഉം 200-ഉം ഒരു കോമ്പിനേഷനാണ്, ഒരു സെറ്റാണ്. മൂവിങ് ആവറേജ് 14-ഉം 21-ഉം തീരുമാനമെടുക്കുക, കച്ചവടം തുടങ്ങുക, ഇത് ഏത് വിലയ്ക്ക് തുടങ്ങണം എന്നതിനെ കുറിച്ച് കണ്ടെത്തുന്നു. മൂവിങ് ആവറേജ് 100-ഉം 200-ഉം എക്സിറ്റ് പോയിന്റുകൾ, കച്ചവടം നിർത്തി ഇറങ്ങിപ്പോകാനുള്ള പ്രൈസ് ഏത് എന്ന് കണ്ടെത്തുന്നു. ഇതാണ് തമ്മിലുള്ള മാറ്റം. ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജ് 14-ന്റെ മുകളിൽ കടന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് കച്ചവടം, അവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്താൽ വില മുകളിലേക്ക് പോകുമെന്ന അനുമാനം. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് എവിടെയാ? 14-ന്റെ മുകളിൽ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് പ്രീവിയസ് ലോന്റെ താഴെ, പ്രീവിയസ് ലോവിന്റെ താഴെ. അപ്പൊ നോക്കൂ, ഈ ഒരു ഉദാഹരണത്തിൽ ചുവന്ന വര, ഈ മൂവിങ് ആവറേജ് 14 എന്ന ചുവന്ന വര, ഇതിന്റെ മുകളിൽ കടന്ന പുതിയ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ മൗസ് മൂവ് ചെയ്യുന്ന ഈ ചുവന്ന ക്യാൻഡിൽ തന്നെയാണ്. ഇതാണ് കാരണം ഈ പച്ച ക്യാൻഡിൽ തുടങ്ങിയത് ചുവന്ന വരയുടെ താഴെയും എന്നിട്ട് മുകളിലേക്ക് കടക്കുകയായിരുന്നു. ഈ കാണുന്ന പച്ച ഈ ചുവന്ന ക്യാൻഡിൽ എന്തോ ഇത് തുടങ്ങിയ സ്ഥലത്താണ് നമ്മൾ കച്ചവടം തുടങ്ങേണ്ടത്. ഇവിടുന്നാണ് വാങ്ങേണ്ടത്, വാങ്ങിക്കൊണ്ട് കച്ചവടം. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടുന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്? പ്രീവിയസ് ലോ. ഏതാ പ്രീവിയസ് ലോ എന്ന് പറഞ്ഞാൽ വില മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് ഏതോ ഒരു പോയിന്റ് എത്തിയിട്ട് തിരിച്ചിങ്ങനെ കയറുന്നു. അപ്പൊ ഇങ്ങനെ കർവ് ഉണ്ടാവുമല്ലോ, അതിനെ പ്രീവിയസ് ലോ എന്ന് പറയും. ഈ ഒരു ഉദാഹരണത്തില് താഴെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വന്നേക്കുന്ന ചിത്രത്തെക്കാൾ ഉപരി ഇവിടെ വാങ്ങുന്നതിനേക്കാൾ തൊട്ടു മുൻപ് തന്നെ, ഈ വാങ്ങുന്ന ക്യാൻഡിലിന് തൊട്ടു മുൻപുള്ള ക്യാൻഡിൽ താഴ്ന്ന വില പോയിരുന്നു. അപ്പൊ പ്രീവിയസ് ലോ എന്നേ ഉള്ളൂ, തലേ ദിവസം ആവണമെന്നില്ല. ഈ ചില ദിവസങ്ങളിൽ തലേ ദിവസത്തെ വിലയെക്കാളും വില എല്ലാ ദിവസവും താഴേക്കാണ്. അപ്പൊ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾക്ക് പിറകിലായിരിക്കാം. അപ്പൊ പ്രീവിയസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നിൽക്കുന്ന ക്യാൻഡിൽ നിന്ന് പിറകോട്ട് നോക്കിയാൽ തൊട്ട് മുമ്പുള്ളതാകാം, ഒരാഴ്ച മുമ്പുള്ളതാകാം, ഒരു ദിവസം മുമ്പുള്ളതാകാം, എവിടെയൊന്നില്ല, അതിനേക്കാൾ താഴ്ന്ന നിയറസ്റ്റ് വില ഏതാണോ അത് സപ്പോർട്ടായി നിൽക്കും. അതിനേക്കാൾ താഴെ സ്റ്റോപ്പ് ലോസ്. ഞാൻ പറഞ്ഞത് ഈ ഒരു ഉദാഹരണത്തിൽ മൂവിങ് ആവറേജ് 14 എന്ന ചുവന്ന വരയുടെ മുകളിൽ ഈ കാണുന്ന ചുവന്ന ക്യാൻഡിലാണ് ആദ്യത്തെ ഫ്രഷ് ക്യാൻഡിൽ. അവിടെ വലതുവശത്ത് 4041 വില. ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ ഈ കാണുന്ന ക്ലൗഡ് എന്ന ഈ ക്യാൻഡിലിന്റെ ഏറ്റവും താഴ്ന്ന വശം 3989 അല്ലെങ്കിൽ 90, അതിനേക്കാൾ $2 താഴെ. ഇപ്പൊ പ്രീവിയസ് ലോ എന്താണോ അതിനേക്കാളും $2 താഴെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് എങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യില്ലെന്ന്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടു,
വില ഈ ചുവന്ന ക്യാൻഡലിന് ശേഷം ഇങ്ങോട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ പച്ച ക്യാൻഡിൽ താഴേക്കാണ് വന്നത്, അല്പം താഴേക്ക് വന്നിട്ടാണ് പിന്നെ പോയത്. പക്ഷേ അവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പകരം നിങ്ങൾ ഈ ചുവന്ന ക്യാൻഡിൽ ഇവിടെ വാങ്ങുകയും $2 $3 സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, എന്നിട്ട് മാർക്കറ്റ് ഒരു പോക്കാണ്. അപ്പോൾ പറയും ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. നമ്മൾ മാർക്കറ്റിൽ വന്നിരിക്കുന്ന സപ്പോർട്ടുകളെയും റെസിസ്റ്റൻസുകളെയും അടിസ്ഥാനമാക്കി സ്റ്റോപ്പ് ലോസ് ഇട്ടാലേ സുരക്ഷിതമാകുള്ളൂ. അല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അപ്പൊ സുഹൃത്തുക്കളെ, എക്സിറ്റ് പോയിന്റ്സിന് ഉപയോഗിക്കേണ്ട ഒരേ ഒരു റൂള് സ്റ്റോപ്പ് ലോസും അതിനെ ആനുപാതികമായി 1:2 എന്ന റേഷ്യോയില് ടേക്ക് പ്രോഫിറ്റും. സ്റ്റോപ്പ് ലോസിന്റെ മാനദണ്ഡം ക്ലൗഡിലാണെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ നിന്ന് മുൻപോട്ട് ഫോം ചെയ്തിരിക്കുന്ന ക്ലൗഡിന്റെ ലോവസ്റ്റ് പാർട്ട് വാങ്ങുകയാണെങ്കിൽ, വിറ്റുകൊണ്ട് സെല്ലാണ് ക്ലൗഡിന്റെ താഴെ കടന്നപ്പോൾ വിറ്റുകൊണ്ടാണെങ്കിൽ ആ ലാസ്റ്റ് ക്യാൻഡിലിന്റെ മുൻപോട്ട് ഫോം ചെയ്ത ക്ലൗഡിന്റെ അപ്പർ പാർട്ട് അതിനേക്കാൾ $2 മുകളിൽ സ്റ്റോപ്പ് ലോസ്. എത്രയാണോ സ്റ്റോപ്പ് ലോസ് ഇരട്ടി ടേക്ക് പ്രോഫിറ്റ്. മൂവിങ് ആവറേജ് ആണെങ്കിൽ ഫ്യൂച്ചർ അല്ല, പാസ്റ്റ് ആണ്, പഴയതാണ്. ലാസ്റ്റ് ക്യാൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടം തുടങ്ങുന്ന ക്യാൻഡിൽ ഏതാണോ അതിൽ നിന്ന് തൊട്ട് മുൻപുള്ള ലോ പ്രൈസ് അവിടെ വാങ്ങിക്കൊണ്ടാണെങ്കിൽ ആ ലോ പ്രൈസിനേക്കാളും താഴെ സ്റ്റോപ്പ് ലോസ്. എന്നാൽ വിറ്റുകൊണ്ടാണെങ്കിലോ മൂവിങ് ആവറേജ് 14 താഴെ. ഈ ഒരു ഉദാഹരണത്തിൽ ഇവിടെ നോക്കൂ, മൂവിങ് ആവറേജ് 14 എന്ന ഈ ചുവന്ന വരയുടെ താഴെ ഒരു ക്യാൻഡിൽ തുറന്നു. ഇവിടെ നിങ്ങൾ വിറ്റുകൊണ്ട് കച്ചവടം തുറക്കണം, സെല്ല്. അപ്പൊ പ്രീവിയസ് ഹൈ എന്നത് ഇതിങ്ങനെ വില മുകളിൽ പോയി ഇവിടെ വരെ ഹൈ എത്തി, അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് വന്നു. ഇവിടെ നിന്ന് വിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങുന്നവർ പ്രീവിയസ് ഹൈ ആകുന്ന വില എന്താണോ അതിനേക്കാൾ $2 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇരട്ടി ടേക്ക് പ്രോഫിറ്റ് 1:2 എന്ന റേഷ്യോയില്. 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നു, ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ്. സോ മൂവിങ് ആവറേജിലും ഇച്ചിമൂക്കോലും ഇതാണ്. ഇനി ഒരു സ്റ്റൈലില്ലേ, പ്രീ സ്റ്റൈലില് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലല്ലോ. അതിൽ മൂവിങ് ആവറേജ് 100-ന്റെയും 200 ഉപയോഗം കൂടി ഈ കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇങ്ങനെ ഒരു സാഹചര്യം നോക്കൂ, മൂവിങ് ആവറേജ് 14 എന്ന ലൈനിന്റെ താഴെ ഒരു ചുവന്ന വരയുടെ താഴെ ഒരു ക്യാൻഡിൽ തുറന്നു, ഈ കാണുന്നത്. പിന്നെ 21 എന്ന നീല വരയുടെയും താഴെ പുതിയ ക്യാൻഡിൽ തുറന്നു. പിന്നെ 14 എന്ന ചുവന്ന വര 21 എന്ന നീല വരയുടെ താഴത്തേക്ക് കടന്നു. അപ്പോൾ ട്രെൻഡ് ലോങ് ടേം ഡൗൺ ആയി. ഇത് താഴത്തേക്ക് വന്നാൽ എവിടം വരെ വരും? അനന്തമായി താഴേക്ക് പോകുമോ? ഇല്ല. താഴെ മൂവിങ് ആവറേജ് 100 എന്ന സപ്പോർട്ടോ 200 എന്ന സപ്പോർട്ടോ ഉണ്ട്. ഇവിടെ വന്നാൽ ഒന്നുകിൽ ഈ ലൈൻ വരെ, മാക്സിമം കയറിയാൽ ഇവിടം വരെ. അപ്പൊ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്നവർ അനന്തമായി താഴത്തേക്ക് ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഏറ്റവും ആദ്യമുള്ള മൂവിങ് ആവറേജ് 100 എന്ന ലൈൻ എവിടെയാണ് ഉള്ളത് ആ പ്രൈസ് വരെ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. അതല്ലയോ ഒരുപാട് ദൂരെയായിരിക്കും, ടേക്ക് പ്രോഫിറ്റ് കിട്ടില്ല. നിങ്ങൾ ഒരുപാട് താഴെ കൊണ്ട് ടേക്ക് പ്രോഫിറ്റ് വിചാരിക്കുക, അവിടേക്ക് മാർക്കറ്റ് എത്തില്ലെന്ന്. കാരണം എന്താ? അതിനിടയിൽ തന്നെ സപ്പോർട്ട് ലൈനുകൾ ഉണ്ട്. മൂവിങ് ആവറേജ് 100-ഉം 200-ഉം കൃത്യമായി സപ്പോർട്ടായി നിൽക്കും. അവിടെ വരെ വന്നിട്ട് തിരിച്ചു കയറുന്ന സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് അതിന്റെ താഴെ കൊണ്ടുപോയി ടേക്ക് പ്രോഫിറ്റ് വെക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം സുഹൃത്തുക്കളെ. ഇനി ഫ്രീ സ്റ്റൈൽ എന്താ പ്രത്യേകത? 14 ഇല്ല, 21 ഇല്ല, 100 ഇല്ല, 200 ഇല്ല, ഇച്ചുമൂക്കൂല, ഒന്നുമില്ല. പിന്നെന്താ അടിസ്ഥാനം? ഒറ്റ പ്രിൻസിപ്പിൾ അല്ലേ, വെറുതെ തീരുമാനം എടുക്കുക ബ്ലൈൻഡായിട്ട്. വാങ്ങുന്നതിനേക്കാൾ മുമ്പ്, വിൽക്കുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് വാങ്ങണമോ വിൽക്കണമോ എന്ന് വെറുതെ തീരുമാനിക്കുന്നു. പിന്നെയോ സ്റ്റോപ്പ് ലോസ് ഇടണം. വാങ്ങിക്കൊണ്ടാണ് കച്ചവടമെങ്കിൽ സുഹൃത്തുക്കൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ലാത്ത സ്ക്രീനിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചാർട്ടിന്റെ ഉപയോഗം എന്താണ്? ഫ്രീ സ്റ്റൈലിൽ ചാർട്ടിന്റെ ഉപയോഗം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്താണ് ഉപയോഗം? ശ്രദ്ധിച്ചോളൂ. എക്സിറ്റ് പോയിന്റ് കണ്ടെത്താൻ മാത്രം. എങ്ങനെ? എക്സിറ്റ് പോയിന്റ് കണ്ടെത്താൻ വേണ്ടി മൂവിങ് ആവറേജോ ഇച്ചുമോക്കോയോ ഒന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ക്യാൻഡിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. അതെന്താണ്? നിങ്ങൾ രാവിലെ വാങ്ങാൻ തീരുമാനിച്ചു, സങ്കല്പിക്കൂ. വാങ്ങിക്കൊണ്ട് കച്ചവടം തുടങ്ങി. എങ്ങനെ? സ്റ്റോപ്പ് ലോസ് പ്രീവിയസ് ലോ അല്ലേ? ഇപ്പൊ ഞാൻ സങ്കല്പിക്കൂ, നാളെ ഞാൻ വാങ്ങുന്നത്
ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കുക. എൻ്റെ നാളെ വെളുത്തപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ കിട്ടിയ വില ഇവിടെ നിന്നാണ്. അപ്പോൾ പ്രീവിയസ് ലോ എവിടെയാണെന്ന് കണ്ടെത്തണം. ഏതാ പ്രീവിയസ് ലോ? ഇവിടെ വില ഇങ്ങനെ മുകളിലേക്ക് പോയി ഇവിടം വരെ എത്തിയിട്ട് വില താഴേക്ക് വന്ന് ഈ ചുവന്ന ക്യാൻഡിലിന്റെ താഴ്ന്ന വശമുണ്ടല്ലോ ഇവിടം വരെ വന്നിട്ട് പിന്നെയും തിരിച്ചു കയറി പോവുകയാണ് ചെയ്തത്. അപ്പൊ എൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം? ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെയാണ് വിലയെങ്കിൽ ഞാൻ ഇവിടെ വലതുവശത്ത് വിലയുണ്ട്. ആദ്യം വാങ്ങിയല്ലോ, വാങ്ങിക്കഴിഞ്ഞല്ലേ ഏതാ വില നോക്കുക. അപ്പൊ വാങ്ങിയപ്പോൾ കിട്ടിയ വില ഇതിങ്ങനെയാണ്. ഇപ്പൊ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഞാൻ വാങ്ങിക്കൊണ്ട് കച്ചവടം തുടങ്ങിയാൽ ഈ കാണുന്ന ലോ പ്രൈസ് ഏതെന്ന് കണ്ടെത്തുന്നു. അതിനേക്കാൾ $2 താഴെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. എത്രയാണോ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് അതിന്റെ ഇരട്ടി ടേക്ക് പ്രോഫിറ്റ്. സ്റ്റോപ്പ് ലോസിനെ കണ്ടെത്താൻ വേണ്ടി മാത്രം ക്യാൻഡിൽസിന് ഉപയോഗിക്കുന്നു. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. വെറുതെ സ്വതന്ത്രമായി ക്യാൻഡിൽസിനെ ഉപയോഗിച്ചുകൊണ്ട് തീരുമാനം എടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. വളരെ കൃത്യമായി ഒറ്റ കാര്യം ഫോളോ ചെയ്യുക. ആദ്യം ക്യാൻഡിൽ നോക്കണം എന്നല്ല പറഞ്ഞത് കേട്ടോ, വില നോക്കണം എന്നല്ല പറഞ്ഞത്. കഴിഞ്ഞ ദിവസം $5 $10 എന്ന് പറഞ്ഞു. $5 $10 അല്ല ചെയ്യേണ്ടത്. അതിന് പകരം അത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 1:2 എന്ന റേഷ്യോ എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തന്നത്. എന്നാൽ ശാസ്ത്രീയമായി ചെയ്യേണ്ടത് നിങ്ങൾ വെറുതെ എടുക്കുന്ന ട്രേഡ്, വില അറിയാതെ, കാര്യം അറിയാതെ, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് കണ്ടെത്താൻ പ്രീവിയസ് ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ. വിറ്റുകൊണ്ടാണ് കച്ചവടം തുടങ്ങിയെങ്കിൽ പ്രീവിയസ് ഹൈ എന്താണോ അത് സ്റ്റോപ്പ് ലോസ് ഇരട്ടി. ഇത് എത്രയാണോ സ്റ്റോപ്പ് ലോസ് കിട്ടിയത് അതിന്റെ ഇരട്ടി താഴത്തേക്ക് ടേക്ക് പ്രോഫിറ്റും. കച്ചവടം തുടങ്ങിയ വിലയേക്കാൾ താഴത്തേക്ക് ടേക്ക് പ്രോഫിറ്റും. ഇത്രയാണ് എക്സിറ്റ് പോയിന്റ്സിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എപ്പോഴ്? കഴിഞ്ഞ സെഷനിൽ ഞാൻ സമയം പറഞ്ഞു തരേണ്ടായി. രാവിലെ 7:30, 11:30, 2:30, 6:30, 8:30. ഇത് ഏഷ്യൻ സമയത്തിലുള്ളവർക്ക്. ഇനി പകരം നിങ്ങൾ യൂറോപ്പിലും മറ്റു താമസിക്കുന്നവരാണെങ്കിൽ രാവിലെ 7:30 വിട്ടേക്കണം. പകരം നിങ്ങൾ തുടങ്ങേണ്ടത് 11:30, അവിടെ നിന്ന് തുടങ്ങേണ്ടത്. രാത്രി 12:30 അവസാനിക്കുന്ന ഈ സമയങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഞാൻ ഇച്ചിമൂക്കവും അല്ലെങ്കിൽ ക്ലൗഡ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 5 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്ന 5 മിനിറ്റ് എല്ലാ ദിവസവും വേണമോ എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമാക്കിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ ക്ലൗഡ് ഉള്ള ചാർട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ ചാർട്ട് കാണാം. ചാർട്ടിൽ പുതിയ ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിൽ കടന്നു. ഇത് എപ്പോഴെങ്കിലും കടന്നു, എങ്ങനെയോ കടന്നു എന്നതുകൊണ്ട് കച്ചവടം ചെയ്യാമോ? നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ഡേറ്റ് കാണാമല്ലോ. 2, 3, 4, 5, പിന്നെ 7, 8, 9, 10, 11. കാരണം അതിൽ ഇടയ്ക്ക് സാറ്റർഡേ സൺഡേ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ക്ലൗഡിനെ കുറിച്ച് പഠിച്ചെന്താ? ഈ ക്ലൗഡിനകത്ത് ക്യാൻഡിൽസ് ഉള്ളപ്പോൾ തീരുമാനം എടുക്കാൻ പാടില്ല. സങ്കല്പിക്കൂ, നിങ്ങളോട് രാവിലെ 7:30 നോക്കാൻ പറഞ്ഞത്. ഒരു ദിവസം രാവിലെ 7:30 നിങ്ങൾ നോക്കി. 7:30 നോക്കിയപ്പോൾ കറക്റ്റ് ക്യാൻഡിൽ ക്ലൗഡിനകത്താന്ന് വിചാരിക്കുക. രാവിലെ 7:30 ക്യാൻഡിൽ ക്ലൗഡിനകത്ത്. ആ സെക്കൻഡിൽ അടച്ചേക്കണം, പരിപാടി നിർത്തിക്കൊള്ളണം. പിന്നെ ആ വരിസത്തേക്ക് നോക്കരുത്. ഏത് 7:30, 7:29 മതി. 7:29 വരുന്നു, 7:30 കറക്റ്റ് ക്യാൻഡിൽ തുറക്കുന്നു, ക്യാൻഡിൽ ക്ലൗഡിനകത്താണ്. ആ സെക്കൻഡിൽ അടച്ചേക്കുക. അതല്ല, ക്യാൻഡിൽ ക്ലൗഡിൽ നിന്ന് ഒരുപാട് ദൂരെയാന്ന് വിചാരിക്കുക, അപ്പോഴും നോക്കിയിരിക്കാനില്ല, ആ സെക്കൻഡിൽ അടച്ചേക്കണം. സിസ്റ്റമൊക്കെ അടച്ചു, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വെക്കൊള്ളണം. പിന്നെയോ 11:30, രാവിലെ 11:30 പ്രത്യേകമായ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കണം. 11:30 ക്യാൻഡിൽ നോക്കിയപ്പോഴും ക്ലൗഡിനകത്ത്. മിസ്സായല്ലോ, എന്താ ചെയ്യാ? ഇതൊന്നും ആലോചിക്കരുത്, ആ സെക്കൻഡിൽ അടച്ചേക്കണം. കാത്തിരുന്ന് അവസരം കണ്ടെത്തരുത്. അവസരം കണ്ട നമ്മളാരാണ് അവസരം ഉണ്ടാക്കുന്നവരോ? അവസരം ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെയോ 2:30 നോക്കി, അപ്പോഴും ക്ലൗഡിനകത്താന്ന് വിചാരിക്കുക, ആ സെക്കൻഡിൽ അടച്ചേക്കണം. വൈകുന്നേരം നിങ്ങൾ 6:30 നോക്കിയപ്പോൾ ക്ലൗഡിന് പുറത്താന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഉടനെ വാങ്ങുന്നു. എന്താണ് താഴെ കാണുന്ന വില? സ്റ്റോപ്പ് ലോസ് ഇടുന്നു. സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ് എത്രയാണോ ഡിഫൈൻ ചെയ്തു, നിങ്ങൾ സിസ്റ്റം അടച്ചു, പരിപാടി കഴിഞ്ഞു, പോയി. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ക്ലൗഡിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, മുകളിൽ. നോക്കിയിരിക്കേണ്ടതില്ല എന്ന്. ആ സെക്കൻഡിൽ അടച്ചോള്, പരിപാടി നിർത്തി, നിങ്ങൾക്കൊരു പണിയില്ലെന്ന്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്ലൗഡിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ക്ലൗഡ് നിൽക്കുന്നതിനേക്കാൾ ഒരു $50, $60, $80 ദൂരെയാണ് ക്ലൗഡ് ക്യാൻഡിൽസ് എങ്കിൽ പിന്നെ ഇടയ്ക്ക് വന്ന് 11:30 2:30 നോക്കേണ്ട ആവശ്യമില്ല.
അത് മൂവ് ചെയ്ത് ഇത്രയും സഞ്ചരിച്ച് പിന്നെ ക്ലൗഡിന് അകത്ത് കയറി പിന്നെയും ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോയി അവസരം കിട്ടണമെങ്കിൽ പ്രാക്ടിക്കലാവാൻ സാധ്യത കുറവ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടില്ല. രാവിലെ 7:30 നോക്കുമ്പോൾ തന്നെ ക്ലൗഡിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ക്യാൻഡിൽസ് ഉള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ വൈകുന്നേരം 6:30 നോക്കിയാൽ മതി. എന്താ 6:30 പ്രത്യേകത? US മാർക്കറ്റ് തുറക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി തുറക്കാണ്. പിന്നെ മാർക്കെല്ലാം ഒരു കത്തിപ്പിടിച്ച തീ പോലെ നിങ്ങൾ കാണാറില്ല വൈകുന്നേരങ്ങളിൽ എന്തൊരു മാർക്കറ്റ് മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് 6:30 നോക്കിയേക്കണം. ബൈ ചാൻസ് എന്തെങ്കിലും അവസരം കിട്ടാൻ സാധ്യതയുള്ളതാണ്. ക്ലൗഡിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് രാവിലെ കണ്ട 7:30 ക്യാൻഡിലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതില്ല എന്ന്. പക്ഷെ ക്യാൻഡിലും ക്ലൗഡും തമ്മിൽ അടുത്താണ്. $5 $7 മാറ്റേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 11:30 നിർബന്ധമായി നോക്കണമെന്ന്. അത് പിന്നെ മാറ്റൊന്നും വെക്കരുത്. നോക്കിയിട്ട് ഒരുപാട് നോക്കിയിരിക്കാനല്ല, ഒറ്റ സെക്കൻഡ് നേരം ഒറ്റ നോട്ടത്തിൽ കാണാം ക്ലൗഡിനകത്താണോ പുറത്താണോ പുറത്തിറങ്ങിയെന്ന് കണ്ടാൽ ഉടനെ ചെയ്യേണ്ടത് എന്താ? 4 മണിക്കൂർ ക്യാൻഡിൽ ക്ലിക്ക് ചെയ്യണം. 4 മണിക്കൂർ ക്യാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 30 മിനിറ്റ് ക്യാൻഡിൽ, പിന്നെ 15 മിനിറ്റ് ക്യാൻഡിൽ. ഈ 4 കൂടി വെരിഫൈ ചെയ്യുമ്പോൾ 4 ഒരേ ദിശയിലാണെങ്കിൽ 100% ഉറപ്പിച്ചു കച്ചവടം മുൻപോട്ട് പോവുക. ഇല്ലയോ ഒഴിവാക്കിയെന്ന്, വേണ്ടെന്ന്, കച്ചവടം വേണ്ടെന്ന്, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന്. അതിനൊപ്പം എന്താ കുഴപ്പമുള്ളത്? ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ അപ്പോഴും സുരക്ഷിതാണേ. നല്ല അവസരത്തിന് കാത്തിരിക്കണം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഫുൾ ടൈം നോക്കിയിരിക്കില്ലല്ലോ കേട്ടോ. 5 മിനിറ്റ് എന്നത് വളരെ സ്പെസിഫിക് ആണ്. എത്ര മണിക്കാന്ന് ഉൾപ്പെടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഡിസപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയാം. ചില ആൾ പറയും, വെൽത്ത് ക്ലാസ് പങ്കെടുത്തു, 2:30 നോക്കണം, 11:30 നോക്കണം എന്നൊക്കെ പറഞ്ഞു. 2:30 ഞാൻ വന്ന് നോക്കി, ഷോക്കടിച്ചു പോയി, ഹൃദയം പൊട്ടിപ്പോയിന്ന്. എന്താ ഹൃദയം പൊട്ടിയത്? 1:30 ക്യാൻഡില് ക്ലൗഡിന്റെ മുകളിൽ കടന്ന് ഒരൊറ്റ പോക്കായിരുന്നു. നല്ലൊരു അവസരമായിരുന്നു. എനിക്ക് അബദ്ധം പറ്റിപ്പോയി, മണ്ടത്തരം പറ്റി. അതാ ക്ലാസിന്റെ കുഴപ്പമാണ് 2:30 നോക്കാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ആര് പറഞ്ഞു 1:30 നിങ്ങളുടെ അവസരമാണെന്ന്? അങ്ങനെ നോക്കിയാൽ എല്ലാ സെക്കൻഡും അവസരമാണ്. കാരണം എന്താ? എല്ലാ സമയത്തും നിങ്ങൾ കാണുന്ന ഇപ്പോഴത്തെ പ്രൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് പ്രൈസ് കാണുന്നോ അതിൽ നിന്ന് ഒന്നുകിൽ മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകും. ഉറപ്പല്ലേ? നമുക്കറിയില്ലാത്തത് എന്താണ്? മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ അതെങ്ങനെ നമ്മളുടെ അവസരമാവുക? എന്ത് സാഹചര്യത്തിലാണ് വില മുകളിലേക്കോ താഴത്തേക്കോ പോകുമെന്ന് അറിയുന്നത്? മാർക്കറ്റ് ടൈമിൽ, ഏതോ സമയത്തല്ല. നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കുന്ന മാർക്കറ്റ് ഡിസ്കഷൻ എന്ന പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മാർക്കറ്റ് ടൈമിംഗ് എന്നാണ് ഇതിന് പറയുക. സ്പെസിഫിക്കായി ആ കോണ്ടിനെന്റുകളുടെ വ്യത്യസ്തമായ രാജ്യങ്ങളിലെ സമയക്രമത്തിന് തുറക്കുന്ന മാർക്കറ്റ് ടൈം, അതാണ് വൈബ്രന്റ് ആകുന്ന ഒരു രാജ്യത്തിന്റെ, ഒരു കോണ്ടിനെന്റിലെ ഫുൾ ഫണ്ട് ഫ്ലോ വരുന്ന സമയം. അല്ലാതെ മാർക്കറ്റ് എങ്ങോട്ടും പോയില്ലാത്ത സമയത്ത് പോയി ഒരു ട്രേഡ് എടുത്തു വെച്ചിട്ട് ഓപ്പോസിറ്റ് മറ്റെന്തോ വാർത്ത വന്ന് കയ്യിലുള്ള പൈസകളെ നേർച്ചയാണ് നമുക്ക്. അതിന്റെ ആവശ്യമില്ലെന്ന്. അപ്പോ അങ്ങനെ പോകുന്ന ഒരുപാട് അവസരം ഉണ്ടാകാം. ഇത്തരം അവസരങ്ങൾ നിങ്ങൾ നോക്കിയാൽ അത് പറന്നു പോകുന്ന പറക്കുന്ന കിളിയെ പോലെയാണ്. അതിനെ പിടിക്കാൻ പോയാൽ കഷത്തുള്ള കിളി പോകും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇല്ലാത്തത് പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ലാന്ന്. സുരക്ഷിതമായി ഇതുപോലെ നിങ്ങൾക്ക് കണ്ടീഷൻ, എന്താ കണ്ടീഷൻ? ക്ലൗഡില് മാർക്കറ്റ് ടൈമിൽ പുതിയ ക്യാൻഡിൽ തുറക്കണം. പിന്നെ മണിക്കൂർ ബേസിൽ ക്യാൻഡിൽ കണ്ടാൽ 4 മണിക്കൂറിലും 30 മിനിറ്റിലും 15 മിനിറ്റിലും ഒരേ ദിശയിലാകണം. പിന്നെയോ ഫണ്ടമെന്റൽ സൈഡ് ഉണ്ട്, അതാ ഞാൻ വരാൻ പോകുന്ന അടുത്തത്. ഫണ്ടമെന്റൽ സൈഡ് മാച്ച് ചെയ്താൽ, അത് ചെയ്യുന്ന അവസരങ്ങൾ അങ്ങ് എടുത്താലുണ്ടല്ലോ, മാസത്തിൽ 3 അവസരം 4 അവസരമേ കിട്ടുള്ളൂ. പക്ഷെ ഓരോ അവസരത്തിലും $1000 മുതൽ $2000 വരെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റ്. $1000 മിനിമം. ഇത് $10 മൂവ്മെന്റ് കിട്ടിയാൽ, ഗോൾഡിന്റെ വിലയിൽ വെറും $10 മൂവ്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് $1000 ലാഭം കിട്ടും. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്നവർക്ക്. അത് 10 ലോട്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. 100 ലോട്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട്. വെറും $10 മൂവ്മെന്റ് കിട്ടിയാൽ $1000. ഇതുപോലത്തെ 3 അവസരങ്ങൾ ഉറപ്പെന്ന്, മിസ്സാകില്ല എന്ന്. അതാണ് പ്രത്യേകത. ആ അവസരങ്ങൾ എടുക്കുക തന്നെ ചെയ്യണം, മിസ്സാക്കരുത്. 3 അവസരം ധാരാളം മതിയെന്ന്. ഇനി ആ 3 അവസരങ്ങൾ 100% സുരക്ഷിതാക്കാൻ ഈ ഫണ്ടമെന്റൽ മാത്രം മതിയോ? പോരാ. അവിടെയാണ് ടെക്നിക്കൽ മാത്രം മതിയോ? പോരാ. അവിടെയാണ് ടെക്നിക്കലിന്റെ ആവശ്യം, ഫണ്ടമെന്റൽ ആവശ്യം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക്
ഇനി സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നത് ഫണ്ടമെന്റൽ സൈഡിലേക്കാണ്. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എക്കണോമിക് കലണ്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോയിരുന്നല്ലോ. ആ എക്കണോമിക് കലണ്ടർ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് കാണിച്ചു തരാൻ പോകുന്നതും. വരാൻ പോകുന്ന കാലത്ത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളിൽ എങ്ങനെയാണ് എക്കണോമിക് കലണ്ടർ ഉപയോഗിച്ചുകൊണ്ട് അപകടമുള്ള ദിവസങ്ങളെ മുൻകൂട്ടി കണ്ടെത്തുക. മുൻകൂട്ടി അപകടമാണെന്ന് കണ്ടെത്തിയാൽ അന്നത്തെ ദിവസം പരിസരത്ത് പോകരുതെന്ന്, കച്ചവടത്തിന്റെ വശത്തേക്ക് പോകുകയേ ചെയ്യാൻ പാടില്ല എന്ന്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് എക്കണോമിക് കലണ്ടറിലെ വരാൻ പോകുന്ന ദിവസങ്ങളെ കുറിച്ച് തന്നെ പോകാം. നോക്കൂ, നാളെ ഭയങ്കര ഫണ്ടമെന്റൽ ദിവസമാണ്. നാളെ ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയാകുമ്പോൾ മാർക്കറ്റ് ഭ്രാന്തമായി ഓടും. റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്ന അമേരിക്ക എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഹൈ ഇമ്പോർട്ടൻസിൽപ്പെട്ട വാർത്തയാണ്. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അത് മറ്റൊന്ന് ബ്രിട്ടീഷ് പൗണ്ട് GDP. UK കച്ചവടക്കാർക്കൊക്കെ അത് നേരിട്ട് ബാധിക്കും. റീറ്റെയിൽ സെയിൽസ് ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഈ വാർത്ത വരിക. ചുവന്ന അടയാളത്തിൽപ്പെടുത്തിയിരിക്കുന്ന റീറ്റെയിൽ സെയിൽസ് എന്ന വാർത്ത. ഈ വാർത്ത വരുന്ന ദിവസം മാർക്കറ്റ് 6 മണി എന്ന് പറഞ്ഞാൽ നാളെ വൈകുന്നേരം 6 മണി. നിങ്ങൾ വേറെ ആലോചിക്കാൻ ഒന്നുമില്ല. 6 മണി എന്നൊരു സമയമുണ്ടോ? നാളെ മാർക്കറ്റ് ഭ്രാന്തമായി ഓടിയിരിക്കും. സെക്കൻഡിന് ഓടി കുത്തന മൂലിലേക്ക്, അടുത്ത മിനിറ്റ് കൊണ്ട് നേരെ താഴത്തേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഭ്രാന്തമായി ഓടുക. എന്താ സംഭവിക്കുക? അതുകൊണ്ട് നിസ്സാര സമയം കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള പൈസ സ്റ്റോപ്പ് ലോസ് എവിടെ ഇട്ടാലും ഹിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുത്തി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ നമുക്കായിട്ട് ഉണ്ടാക്കി വെക്കരുത് എന്ന്. അതുണ്ടാക്കി വെച്ചാൽ അപകടമാണ്. ഇതുപോലെ മുൻകൂട്ടി കൃത്യമായി അറിയാവുന്ന ദിവസമുണ്ട്. ആ ദിവസങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചോളൂ. എങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓരോ മാസത്തിലെയും തുടക്കത്തിൽ തന്നെ ആ മാസത്തിൽ ഏത് ദിവസം അപകടമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ നാളെ ചെയ്യണോ, ഫുൾ ടൈം നോക്കിയിരിക്കണോ, ഒന്നും വേണ്ടെന്നേ. ഒഴിവാക്കേണ്ട ദിവസങ്ങൾ നേരത്തെ അറിയാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ ഡേറ്റ് കാണിക്കുന്ന സ്ഥലത്ത് പോകുന്നു. നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്നത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഞാൻ പോയിരിക്കുകയാണ്. അടുത്ത മാസത്തെ കുറിച്ച് കാണിക്കുക. നവംബർ 1 മുതൽ 30 വരെ ഏതൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, എന്തൊക്കെ വാർത്തകൾ വരുന്നുവെന്ന് ചുവടെ ഈ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അതെനിക്ക് കൃത്യമായി നോക്കിയാൽ ഏത് ദിവസമാണ് അപകടമുള്ളതെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾക്ക് തന്ന സെഷനിലെ റൂൾസ് ഓഫ് ദ ട്രേഡ് എന്ന ടോപ്പിക്കിൽ പറഞ്ഞു പോയ ടോപ്പിക്കാണ്. GDP അനൗൺസ്മെന്റ്, NFP നോൺ ഫാം പേറോൾ, പിന്നെ GDP അനൗൺസ്മെന്റ്, അതുകൂടാതെ ഇൻട്രസ്റ്റ് റേറ്റ് അനൗൺസ്മെന്റ്. ഈ 3 ദിവസങ്ങളിൽ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുതെന്ന്. പൊന്നും കുടം തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ കച്ചവടം ചെയ്യരുത്. ആ 3 ദിവസങ്ങൾ നിങ്ങൾ കച്ചവടത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കണം. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞാൽ ആ ദിവസം അപകടം ഉണ്ടാകുന്ന ഉറപ്പുള്ള ദിവസമായതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമായിരിക്കും. അങ്ങനെ മാസത്തിന് നമുക്ക് എടുത്തു നോക്കൂ. മാസത്തിൽ 30 ദിവസം, ശനി ഞായർ മാർക്കറ്റ് ഇല്ല. അപ്പൊ 2 ദിവസം വെച്ച് പോയാൽ 8 ദിവസം അങ്ങനെ പോയി. 30 നിന്ന് 22ആയി. ആ 22 നിന്ന് നോൺ ഫാം പേറോൾ, ഇൻട്രസ്റ്റ് റേറ്റ് അനൗൺസ്മെന്റ്, GDP അനൗൺസ്മെന്റ്, അമേരിക്കയിലെ 3 വാർത്തകൾ വരുന്ന ദിവസം കൂടി കച്ചവടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ 19ആയി. ഇത് മാസത്തിലെ 19ആയി ചുരുങ്ങി. അതുകൂടാതെ ഞാൻ തൊട്ടു മുമ്പ് കാണിച്ചതുപോലെ റീറ്റെയിൽ സെയിൽസ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകളുണ്ട്. ആ ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ഏകദേശം ഒരു 5ഓളം പ്രധാനപ്പെട്ട അത്തരം വാർത്തകളുണ്ട്. അപ്പൊ 19 നിന്ന് പിന്നെ ഒരു 5 കൂടി പോയാൽ 14ആയി. പിന്നെയോ ഇത് കൂടാതെ ലോക നേതാക്കന്മാരുടെ സമ്മിറ്റുകൾ, ഉദാഹരണം G7 ഉച്ചകോടി, ബ്രിക്സ് കൺട്രികളുടെ രാജ്യ തലവന്മാരുടെ ഒത്തുകൂടായ്മ, G20 സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞ് ലോക നേതാക്കന്മാരുടെ പല സമ്മിറ്റുകൾ സമയാസമയത്ത് നടക്കുന്നു. മാസത്തിൽ 1 or 2 ഇത്തരം മീറ്റുകൾ വരും. അങ്ങനെ നമ്മൾ ആ 14 നിന്ന് 2 അങ്ങനെയും പോകും. ആ 14 ദിവസങ്ങളിൽ 2 ദിവസം ഇത്തരം ദിവസങ്ങളും പോകും. പിന്നെ US ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ, അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിന്റെ ചെയർമാൻ പ്രസ് കോൺഫറൻസ് വിളിക്കും. മാസത്തിൽ 1 or 2 ദിവസം ഇതുപോലെ പ്രസ് കോൺഫറൻസ് വിളിക്കും. ഈ പ്രസ് കോൺഫറൻസ് നടക്കുന്ന ദിവസമുണ്ടോ, നിങ്ങൾ സ്റ്റോക്സിലാവട്ടെ, കമ്മോഡിറ്റി ആവട്ടെ, ക്രിപ്റ്റോ ആവട്ടെ, എന്ത് മാർക്കറ്റും ആവട്ടെ,
സ്ഥലം കൂട്ടി നിങ്ങൾ സ്ഥലം വിട്ടുകൊള്ളണം. ഈ പരിസരത്ത് നിൽക്കരുത്. ഇങ്ങനെ കത്തിക്കേറുന്ന മാർക്കറ്റ്, ചിലപ്പോൾ അതേ സ്പീഡിൽ താഴെ പോകുന്ന മാർക്കറ്റ്, ഒരു മിനിറ്റ് കൊണ്ട് മുകളിലേക്ക്, അടുത്ത മിനിറ്റിൽ താഴെ, കയ്യിലുള്ള പൈസ പോകുന്നതിന് കാരണം തീരുമാനം എടുക്കുന്ന ഒക്കെ തെറ്റിപ്പോകും. അപ്പൊ മാറി നിൽക്കണം. ഇങ്ങനെ നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഇത്തരം വാർത്തകൾ തീരുമാനം എടുത്തു വരുമ്പോൾ, ലോക നേതാക്കന്മാരുടെ സമ്മിറ്റ്, പ്രസ് കോൺഫറൻസുകൾ, അതേപോലെ ഇത്തരം എന്താ പറയുക, ഈ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ, ഇതൊക്കെ വരുന്ന ദിവസം എടുത്ത് കഴിഞ്ഞ് നോക്കിയാണല്ലോ, കൂടി വന്നാൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുക 10, 11 അല്ലെങ്കിൽ 8 ദിവസമൊക്കെയാണ് ഒരു മാസത്തിൽ അപകടമില്ലാത്ത വർക്കിംഗ് ഡേയ്സ് കിട്ടുക. എല്ലാ ദിവസവും നോക്കണം. ചിലർ വിചാരിക്കും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നോക്കിയിരിക്കും. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പങ്കെടുക്കുന്ന പലരും പറയുന്ന ആൾക്കാരുണ്ട്, രാവിലെ 9 മണി മുതൽ 9:30 മുതൽ 3:30 വരെ ഫോൺ ചെയ്യരുത്, അവരെ ശല്യം ചെയ്യരുത്, കുടുംബത്തിൽ അത്യാഹിതം ഉണ്ടായാൽ പോലും വിളിക്കരുത്. കാര്യം എന്താ? ബിസിയാണത്രേ. എന്താ ബിസി? ഫുൾ ടൈം മാർക്കറ്റ് നോക്കുകയാണേ. അവർ നോക്കിയിരുന്നാൽ മാർക്കറ്റ് പെട്ടെന്ന് ലാഭം കിട്ടും പോലെ. സുഹൃത്തുക്കളെ, അവിടെ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൊട്ടത്തെറ്റായി പോവുക ചെയ്യുക. അതിനും കാരണമുണ്ട്. അത് ഈ ഫണ്ടമെന്റലൊന്നും അവിടെ ചിലപ്പോൾ പരിഗണിക്കാറ് പോലുമില്ല. ഞാൻ അതിലേക്ക് വരാം. സുഹൃത്തുക്കൾ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന 10 ദിവസങ്ങളിൽ നിങ്ങൾ ടെക്നിക്കൽ ചാർട്ട് ഉപയോഗിക്കണം. ഫണ്ടമെന്റൽ അപകടമില്ലാത്ത 10 ദിവസങ്ങളിൽ ടെക്നിക്കലിൽ ചാർട്ട് ഉപയോഗിച്ച് ഒരവസരം കണ്ടു, മണിക്കൂർ ബേസിൽ കണ്ടു, 4 ടൈം ഫ്രെയിം കൂടി കൺഫേം ചെയ്ത് വരുമ്പോൾ ഭൂരിപക്ഷം ദിവസവും പിന്നെ കച്ചവടത്തിന് പറ്റില്ല. മാസത്തിൽ 3 അല്ലെങ്കിൽ 4 ദിവസം ഇതാണ് പരമാവധി നിങ്ങൾക്ക് കിട്ടുക. അത് ധാരാളം മതിയെന്ന്. എപ്പോഴും ട്രേഡ് ചെയ്യലല്ല കാര്യം, കൃത്യമായ സമയത്ത് ട്രേഡ് ചെയ്യുക. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകൾ ഇത്തരത്തിൽ ഒരു ശൈലിയിലേക്ക് പോകുന്നത്, ട്രേഡിംഗ് ഇൻഡസ്ട്രി വരുന്ന ആളുകൾ ഒരു പ്രത്യേകമായ അഡിക്ഷനിലേക്കോ എപ്പോഴും ട്രേഡ് ചെയ്യണം, നോക്കണം തോന്നലിലേക്ക് എത്തുന്നത്, അതിന് കാരണം അവർക്ക് അടിസ്ഥാനപരമായ റൂളില്ല. എന്ത് നിയമത്തിന് അടിസ്ഥാനം, എൻ്റെ റൂൾ എന്താണ്, ഞാൻ എന്ത് ഫോളോ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു റൂൾ ഇല്ലാത്തതാണ് ഇവരുടെ പോരായ്മ. ആ റൂൾ വെച്ച് പോകുന്നവരെ സംബന്ധിച്ചോ വളരെ കൃത്യമായി അവർക്ക് ലാഭകരമായ അവസരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. റൂളുണ്ടോ, നിങ്ങൾക്ക് ലാഭമുണ്ട്. അതല്ലയോ ആവേശമാണ്, പിന്നെ തോന്നലുകളാണ്, അവിടെ ഇവിടെയും കേട്ടതാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വരുമ്പോണ്ടല്ലോ സുഹൃത്തുക്കളെ, ശാന്തമായ മനസ്സ്, നിങ്ങളുടെ മനസ്സ് വെള്ള പേപ്പർ പോലെ, ഒന്നുമില്ല. ട്രേഡിങ്ങിനെ ഇന്ന് ട്രേഡിംഗ് നടത്തണമല്ലോ, എന്തായിരിക്കും വില, ഗോൾഡിനെ കുറിച്ച് ആദ്യം ഒരു ചാനൽ പറയാണ്, അത് കേട്ടു. വേറെ ചാനലിൽ വേറെ എക്സ്പേർട്ട് പറയാണ് ഇത് താഴേക്ക് പോകുന്നു, മറ്റേ ആൾ പറയുന്നത് മുകളിൽ പോകുന്നു. വേറെ ചാനൽ നോക്കിയപ്പോൾ ഇന്ന് സമ്മിശ്ര പ്രതികരണമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ശാന്തമായ മനസ്സിലേക്ക് ഇപ്പോൾ തന്നെ 3 ആശയം കയറ്റി. പൈസ കൊടുത്ത് വാങ്ങുന്ന മെസ്സേജസ് ഉണ്ട്, ബൈ നൗ സെൽ നൗ എന്ന്. അതിൽ റിസർച്ചിൽ റിപ്പോർട്ട് വരുന്നു, ഇതെങ്ങനെയാണ് സാധ്യത, ഇതെങ്ങനെയാണ് സാധ്യത. അപ്പൊ ശാന്തമായ മനസ്സിലേക്ക് പിന്നെയും നിങ്ങൾ കുറെ കാര്യങ്ങൾ കേട്ടു. സുഹൃത്തിനെ വിളിച്ചു, അയാളുടെ ഒപ്പീനിയൻ ചോദിച്ചു, അയാൾ പറഞ്ഞതും കേട്ടു. അങ്ങനെ നിങ്ങൾ ഒരു നിരനിരയായി കുറെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. അതിനുശേഷമാണ് നിങ്ങൾ ചാർട്ട് നോക്കാൻ പോകുന്നത്. ചാർട്ട് നോക്കിയപ്പോഴോ മുകളിൽ പോകുമോ താഴെ പോകുമോ, ചെറിയ സംശയം ഉണ്ടല്ലോ, ആ സംശയം കയറി. പിന്നെയും നിങ്ങൾ സംശയം ഉണ്ടാക്കി. അടുത്തതോ കുറെ നേരം കാത്തിരുന്നു, അങ്ങനെ കറക്റ്റ് ഒരു അവസരം കണ്ടു, വില മുകളിലേക്ക് പോകുന്നത് കണ്ടു, വാങ്ങാൻ തീരുമാനിക്കുക. ആ സെക്കൻഡില് മനസ്സിൽ ഓർമ്മ, മറ്റേ TV ആ ചാനലിൽ പറഞ്ഞത് താഴത്തേക്ക് പോകുന്നല്ലേ, അയാൾ വലിയ എക്സ്പെർട്ട് അല്ലേ, ഞാൻ വാങ്ങുന്നില്ല, കാത്തിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടായ അവസരം ഒരു വിദഗ്ധൻ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ എടുക്കാതിരിക്കുകയും വില അങ്ങനെ കുത്തനെ മുകളിലേക്ക് പോയി, എടുക്കാമായിരുന്നു, അബദ്ധം പറ്റിപ്പോയി. ഇത് ശാന്തമായിരുന്ന നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി തീരുമാനിക്കാൻ കഴിവുള്ള നിങ്ങളുടെ ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ വിവരങ്ങൾ നിങ്ങൾ വലിച്ചു കേട്ടുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥത്തുകയും അവസാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തിരുന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു കച്ചവടം ചെയ്തേക്കാവുന്ന വിചാരിച്ച് അവസാനം ഒന്ന് കറക്കി കുത്തുകയും ചെയ്യും. ആ കറക്കി കുത്തലിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോവുകയും ചെയ്യും. സുഹൃത്തുക്കളെ, സ്ഥിരമായ ലാഭം നിങ്ങൾക്കുണ്ടാക്കണോ? എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും സ്ഥിരമായ ലാഭം ഉണ്ടാക്കണോ? ഒരൊറ്റ വഴിയുള്ളൂ, ഡിസിപ്ലിൻ. 5 മിനിറ്റ്, അതിന് മുകളിലേക്ക് ആരും ഉപയോഗിക്കരുത്. നിങ്ങൾ 5 മിനിറ്റേ ഒരു ദിവസം ചെലവഴിക്കുള്ളൂ. ഒരവസരം കിട്ടിയാൽ അതിനെ റീകൺഫേം ചെയ്തിട്ട് ട്രേഡ് ചെയ്യുള്ളൂ. നിങ്ങൾ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം, നാളെ മുതൽ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിൽ ബിസിനസ് തുടങ്ങാൻ പറ്റും, ലാഭം ഉണ്ടാക്കി പോകാൻ പറ്റും. നാളെ ട്രേഡ് ചെയ്യണം എന്നല്ല അർത്ഥം. നാളെ വാർത്താ ദിവസമാണ്, മാറി നിൽക്കേണ്ട ദിവസമാണ്. റിയൽ അക്കൗണ്ട് തുടങ്ങിയവർ
റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ നാളെ ലാഭം ഉണ്ടാക്കി തുടങ്ങുന്നു. എടുക്കുന്ന തീരുമാനം അത്ര ഉറപ്പുള്ളതായിരിക്കും. എല്ലാ ദിവസവും ലാഭം ഉണ്ടാക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ കച്ചവടം നടത്തേണ്ട ദിവസം, ട്രേഡിംഗ് ഡേയ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ദിവസം അതേതാണ്? ഫണ്ടമെന്റൽ, അപകടമില്ലാത്തതും ടെക്നിക്കലി റീകൺഫേം ചെയ്തതുമായ ദിവസങ്ങളെയാണ് ട്രേഡിംഗ് ഡേയ്സ് എന്ന് വിളിക്കുക. അല്ലാതെ മാർക്കറ്റിങ്ങിന് അനങ്ങുന്നതൊക്കെ ട്രേഡിംഗ് ഡേ അല്ല. അങ്ങനെ നോക്കി എപ്പോഴും ട്രേഡ് ആയിരിക്കും. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ റിയൽ അക്കൗണ്ടുകൾ സീരിയസ് ആയിട്ട് എടുക്കുക. മാർക്കറ്റ് ഡിസ്കഷൻ എന്ന പ്രോഗ്രാം വൈകുന്നേരങ്ങളിൽ നടക്കുന്നത് കൃത്യമായി പങ്കെടുക്കുക. തുടക്കഘട്ടത്തിൽ, നിങ്ങളുടെ റിയൽ അക്കൗണ്ടിന്റെ ജേർണി തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി തീരുമാനം എടുക്കണമെന്നില്ല. ആദ്യഘട്ടത്തിൽ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനം എടുക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 20%, 30% വളർച്ച ഉണ്ടായതിനു ശേഷം, ഒരു 30% വളർച്ച ഉണ്ടായതിനു ശേഷം, അതിനുശേഷം മാത്രം നിങ്ങൾ സ്വതന്ത്രമായി കച്ചവടം നടത്തുക. അപ്പൊ എന്താ ഗുണം? ക്യാപിറ്റലിലേക്ക് ഒന്നും ബാധിക്കുന്നില്ല. നമ്മളുടെ ക്യാപിറ്റലിനെ ബാധിക്കാതിരിക്കണം. അതിന് ഏറ്റവും നല്ല സംവിധാനം അതാണ്. ക്യാപിറ്റൽ സുരക്ഷിതമാക്കിയിരിക്കാതെ ഒരു കാരണവശാലും കച്ചവടത്തിലേക്ക് എടുത്തു ചാടാൻ പാടില്ല. അപ്പൊ ആദ്യ കാലഘട്ടം കൺസ്ട്രക്റ്റീവായി ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരിക. അല്ലാതെ ആവേശത്തിന് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന മെസ്സേജ് കണക്കാക്കി ട്രേഡ് ചെയ്യരുത് സുഹൃത്തുക്കളെ. ഞാൻ മുൻ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. കോപ്പി ട്രേഡിംഗ്, ആൽഗോ ട്രേഡിംഗ്, ആ ട്രേഡിംഗ്, ഈ ട്രേഡിംഗ്, നിന്നാ ട്രേഡിംഗ്, ഇരുന്നാ ട്രേഡിംഗ്, ചിന്തിച്ച ട്രേഡിംഗ്, എന്തൊക്കെ ട്രേഡിംഗ് നിങ്ങൾക്ക് അറിയാം സുഹൃത്തുക്കളെ. 2020 വരെ വെൽത്ത് വേ ഗ്രൂപ്പിന്റെ ഒരേ ഒരു ബിസിനസ് എന്നത് കോർപ്പറേറ്റ് ബിസിനസ് വെൽത്ത് മാനേജ്മെന്റ്. അതുകൂടാതെ ബ്രോക്കിംഗ് രംഗത്ത് നിങ്ങൾ കാണുന്ന പല മാർക്കറ്റിലെ സ്റ്റോക്സ്, കമ്മോഡിറ്റികൾ, എല്ലാ ബ്രോക്കിംഗ് രംഗത്തും ബ്രോക്കറായി വരുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, അവർക്ക് മാർക്കറ്റിൽ കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതിനുള്ള ടൂളുകൾ, ഇവർക്ക് അവിടുന്ന് പ്രൈസ് കിട്ടണം, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളുടെ മുഖ്യ വരുമാനം. ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഇല്ല വ്യത്യസ്തമായ സ്ഥാപനങ്ങൾക്ക് എല്ലാത്തരം ടൂളുകളും എല്ലാത്തരം ട്രേഡിങ്ങുകളും, അൽഗോ ട്രേഡിങ്ങും കോപ്പി ട്രേഡിങ്ങും ഒക്കെ സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്ന, ഞങ്ങൾക്ക് ഈ ഫ്രീ ട്രെയിനിങ് ഒക്കെ തരാൻ പറ്റുന്ന, സാധിക്കുന്ന അവസ്ഥ എത്തിക്കുന്ന, അങ്ങനെ ഓർഗനൈസേഷൻ ഇൻകം കിട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾക്ക് പോലും ഇത്തരം സംവിധാനങ്ങൾ ചെയ്യിപ്പിക്കില്ല. കാരണം നമ്പർ ഓഫ് ട്രേഡുകൾ കൂടുക, അത് മുഖേന ബ്രോക്കർ വരുമാനം കൂടുക എന്നല്ലാതെ ശാശ്വതമായ ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കണമോ അതിന് സഹായിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കുറെ ട്രേഡ് ചെയ്യണമെന്നാണോ, ലാഭമുള്ള ട്രേഡ് എടുക്കണമോ? ചോദ്യം നിങ്ങളോടാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് എപ്പോഴും ട്രേഡ് ചെയ്യുന്ന ട്രേഡറായി മാറണമോ, അതോ നിങ്ങൾക്ക് ലാഭം എടുക്കുന്ന ട്രേഡർ ആയിരുന്ന ആളാവണോ? ഹലോ, അതുകൊണ്ടാണ് ഡിസിപ്ലിൻഡ് ആയി ചെറിയ നമ്പർ ഓഫ് കച്ചവടം, ഉറപ്പുള്ള കച്ചവടത്തിന് ക്ഷമ വേണമെന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ട്രേഡിംഗ് പരിചയമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന പോയിന്റ് റിയലിസ്റ്റിക് ആയ പച്ച ഫാക്റ്റ് ആണോ അല്ലയോ? ഹലോ, മുൻ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും നിങ്ങൾ ഇത് കോംപ്രമൈസ് ചെയ്യരുത്. ഒരു കാരണവശാലും ഈ ഒരു ഭാഗം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾക്ക് ബാക്കി എന്തും കോംപ്രമൈസ് ചെയ്യാം. ട്രേഡ് എടുക്കാതിരിക്കാം, വെറുതെ വിടാം, സ്റ്റോപ്പ് ലോസ് നോക്കാതിരിക്കാം, സ്റ്റോപ്പ് ലോസ് ഇട്ടതിന് ശേഷം ഒക്കെ ചെയ്യാം. പക്ഷേ ഡിസിപ്ലിനോളം കൃത്യമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒരു സംഭവമില്ല. ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായി കടന്നു വരുന്നവർക്കും വർഷങ്ങളോളം പരിചയമുള്ളവരുടെയും ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ടൂൾ ഉണ്ട്. അത് ഒറ്റ ടൂളാണ്. ആനയെ കൊണ്ടുപോയി മേച്ച് നടക്കുന്ന ആനപ്പാപ്പനെ സംബന്ധിച്ച് ഒരു എപ്പോഴും കയ്യിലൊരു വടി ഉണ്ടാവും അല്ലേ? ഈ വടി എന്താ ആനയെക്കാളും വലുതാണോ? പക്ഷെ എന്താ കാര്യം? അതിനെ നിയന്ത്രിക്കാൻ അത് തന്നെ വേണം. ഇതേപോലെ നിങ്ങൾ മാർക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ടോ? മാർക്കറ്റിലാണ് പങ്കെടുക്കുന്നത്. നമ്മളുടെ സ്വന്തക്കാരോ ബന്ധുമിത്രാദികളോ വരച്ചു വെച്ചേക്കുന്ന വഴി കൂടി പോകുകയല്ല ചെയ്യുന്നത്. മാർക്കറ്റിലാണ് പങ്കെടുക്കുന്നത്. നമ്മളുടെ കൺട്രോളിലുള്ള സാധനമല്ലത്. പക്ഷേ നമുക്ക് അറിയാവുന്ന സമയത്ത് കയറലാണ് വേണ്ടത്. പക്ഷെ നമുക്ക് അറിയാവുന്ന സ്ഥലത്തുനിന്ന് കച്ചവടം നടത്തിയാൽ എല്ലാ കച്ചവടം ലാഭമാകുമോ? ഇല്ല. 10 ചാൻസുകൾ വന്നാൽ അതിൽ ഒരെണ്ണം നിർബന്ധമായി നഷ്ടം വന്നിരിക്കും. ഉറപ്പിച്ചോളണം അത്. എന്ത് കാരണം? അപ്പൊ പിന്നെ 100% ഉറപ്പില്ല അല്ലേ? അല്ല, 100% ഉറപ്പാണ്. നിങ്ങൾ എടുക്കുന്ന കച്ചവടവും തുടങ്ങുന്ന അവസരമൊക്കെ കൃത്യമാണ്. പക്ഷേ നിങ്ങൾ കച്ചവടം എടുത്തതിന് ശേഷം, തീരുമാനം എടുത്തതിന് ശേഷം
ഒരു ലോക നേതാവിന്റെ ഒരു പ്രസംഗം മതി, അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മതി ഇത് തകിടം മറിയാൻ. നിങ്ങൾ ഇൻഡിക്കേറ്റർ നോക്കി, വാർത്ത നോക്കി, ഇതൊന്നും പ്രശ്നമില്ല. ഇൻഡിക്കേറ്റർ കഴിഞ്ഞു, റീകൺഫർമേഷൻ നോക്കി, മണിക്കൂർ വേസ് നോക്കി, 4 മണിക്കൂർ എല്ലാം അവസരം കച്ചവടം തുടങ്ങി, കുറച്ച് ലാഭം കണ്ടു, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എത്തിയില്ല. ഇതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല. സ്റ്റോപ്പ് ലോസ് വേണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴായിരിക്കാം അപ്രതീക്ഷിതമായി അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രസംഗം. നേരെ റിവേഴ്സ് മാർക്കറ്റ്. നമ്മൾ എത്ര 100% ഉറപ്പിച്ചതിനെയും അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ട്രെൻഡിനെ പൂർണ്ണമായി മാറ്റും. സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിലോ ചിലപ്പോൾ ഒരു പോക്കങ്ങ് പോയാൽ കയ്യിലുള്ള പൈസ മുഴുവൻ തീർത്തിട്ടാ പോവുക. കയ്യിലുള്ള പൈസ മുഴുവൻ പോകുക. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കുണ്ടാവരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ സെന്റൻസ് ഓർത്തുകൊള്ളണം. അത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നോ കമ്മോഡിറ്റിയിൽ നിന്നോ ഏത് മാർക്കറ്റെന്നോ ഏത് ബ്രോക്കറെന്നോ അത് വെൽത്ത് വേ മുഖേനയോ അല്ലാതെ ഇതൊന്നും അതൊക്കെ സെക്കൻഡറി ഭാഗമാണ്. ഓക്കെ, വെൽത്ത് വേയുടെ കൂടെ വന്നാൽ എന്തേ കൂടുതൽ ലാഭം കിട്ടുമോ? എന്ത് വെൽത്ത് എന്താ മാർക്കറ്റിനെ കൊണ്ടു നടക്കുന്ന ആളോ? അല്ല. വില മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് വെൽത്ത് വേ മുഖേനയായാലും എക്സോർ വൈ മുഖേനയായാലും ABCD മുഖേനയായാലും അങ്ങനെ പോവുക. പിന്നെന്താ പ്രത്യേകത? വെൽത്ത് വേ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരുന്ന അറിവും നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കറ്റ് ഡിസ്കഷൻ പോലെ ലൈവ് അവസരങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് എവിടെ നിങ്ങൾ പോയി തപ്പിയാലും ഏത് സ്ഥാപനത്തിൽ പോയി നോക്കിയാലും ലൈവായിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനവും ഇന്ന് ഇന്ത്യയിലില്ല. ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഞങ്ങൾക്കുണ്ട്, ഇല്ലാന്നൊന്നല്ല കേട്ടോ. ഗ്ലോബലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇത് കഴിഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരുപാട് വേദികളുണ്ട്. അതും ലൈവായി നിന്നുകൊണ്ട് വരുന്നതിൽ പറയണം. പിറ്റേ ദിവസം അത് അങ്ങനെ പിന്നെ ഇത് ആളുകൾ കൈകാര്യം ചെയ്തു പോകണം. അത് അതേ അറിവാണ്. മാർക്കറ്റ് ഡിസ്കഷൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്തോ, സ്വന്തമായി വെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് എന്തോ, ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്നത് എന്തോ, അതേ അറിവാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, 112ഓളം ആക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എപ്പോഴും സജീവമായി പല മാർക്കറ്റ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന 112 ഇൻഡിക്കേറ്റേഴ്സ്, പല സ്ട്രാറ്റജികൾ, ആ ടെക്നോളജി ഈ ടെക്നോളജി പല സംവിധാനം നിങ്ങളെ എല്ലാമാണ് പഠിപ്പിച്ചു തരാം. ഉറപ്പിച്ചോളണം അത്രയും പൈസ പോകാൻ പോവുകയാണെന്ന്. നമ്പർ ഓഫ് ട്രേഡ് കൂടുന്നുണ്ടോ? ഏത് ദിവസമാണ് നിങ്ങൾക്ക് നമ്പർ ഓഫ് ട്രേഡ് കൂടുന്നത് നിങ്ങൾക്ക് തോന്നിക്കോളൂ, അന്ന് നിങ്ങൾ നഷ്ടത്തിലേക്കുള്ള പോക്കായിരിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, 1ഉം 2ഉം കസ്റ്റമറിന്റെ കാര്യമല്ല. 2001 ഞാൻ വ്യക്തിപരമായി ഈ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുന്നതും മേഖലയെ കുറിച്ച് ആദ്യമായി കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഉണ്ടായ കാലം ഇതുവരെ കണ്ട് പരിചയപ്പെട്ട കസ്റ്റമേഴ്സ്, അതുകൂടാതെ എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു കസ്റ്റമർ ഉണ്ട്. ആ കസ്റ്റമർ ഞാൻ തന്നെയാണ്. 2008-2009 റിസഷന്റെ കാലത്ത് അന്ന് വരെ ഞാൻ സ്വരുക്കൂട്ടിയിരുന്ന ഓൾമോസ്റ്റ് $540,000 ആണ് നിന്ന് കത്തിയത്. പോയി പൊള്ളിയിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി ചെറുപ്രായമാണല്ലോ. അതിങ്ങനെ ഇഷ്ടംപോലെ ട്രേഡിങ് അവസരങ്ങൾ അത് ഇത് ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കാലഘട്ടം. ഇന്റർനെറ്റിന്റെ എല്ലാവരിലേക്ക് എത്തുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗമൊക്കെ വിപുലമായി വരുന്ന കാലഘട്ടം. പല സംവിധാനം ഉപയോഗിക്കുക, അതിന്റെ ഹരമൊക്കെ കൂടി പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വഴി കൊടുത്തിട്ടില്ലെന്ന് മാത്രം. ഓർഗനൈസേഷന്റെ ഭാഗമായി കൃത്യമായി ചട്ടയോടെ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട സിസ്റ്റം ലാഭം ഉണ്ടാക്കലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എത്രയോ ഉണ്ട്. എങ്ങനെയെങ്കിലും ട്രേഡ് ചെയ്യുന്നവരായി മാറുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഡിസിപ്ലിൻഡായ ലാഭകരമായ അവസരങ്ങൾ എടുക്കുന്നവരായി മാറണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളെ ഓർപ്പിക്കലാണ് ഈ ക്ലാസിന്റെ അടിസ്ഥാന തത്വം. അതിൽ വേ ഓഫ് തിങ്കിങ്ങിന് വളരെ പ്രസക്തം. നിങ്ങൾക്ക് 100% അറിയാവുന്ന കാര്യങ്ങൾ 100% അറിയാം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നറിയാം, എന്നിട്ട് ചെയ്യില്ല. അതാണ് നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത. സുഹൃത്തുക്കളെ, കഴിഞ്ഞ സെഷനിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ ഇരുന്ന് വേ ഓഫ് തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കാനുള്ള വസ്തു അല്ലത്. ട്രേഡിംഗ് വിട്. നിങ്ങൾ ട്രേഡിംഗ് ഇൻഡസ്ട്രി നിങ്ങൾ വരുന്നില്ല, കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നില്ല, ഒക്കെ വിട്ടോളൂ. എങ്കിലും വേ ഓഫ് തിങ്കിങ് സ്വന്തമായി കണ്ടെത്തണം. വേ ഓഫ് തിങ്കിങ് കണ്ടെത്താതെ ഒരു കാരണവശാലും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുൻപോട്ട് പോകാൻ പാടില്ല. അനിശമാണത്. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, വേ ഓഫ് തിങ്കിങ് കണ്ടെത്തേണ്ട ദിവസം നിങ്ങൾക്ക് ഇന്ന് ആണ്, 3ാമത്തെ ദിവസമാണ്. ഒരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളത് കണ്ടെത്തണം. കൂടാതെ
നാളെ മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്കുള്ള 1-to-1 മീറ്റിങ്ങുകളാണ്. 1-to-1 മീറ്റിംഗ്. എൻ്റെ വാട്സപ്പിൽ കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ടെലിഗ്രാം കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. അതുകൂടാതെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പിൽ കണ്ടിന്യൂസ് മെസ്സേജ് വരുന്ന ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരുമായി പേഴ്സണലി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഉൾക്കൊണ്ട വശങ്ങൾ, എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ അത് എങ്ങനെ തിരുത്തണം, ഇത്തരങ്ങൾ കാര്യങ്ങൾ ഗൈഡ് ചെയ്യാൻ. അതിന് റിയൽ അക്കൗണ്ടുകൾ തുടങ്ങി വെക്കുന്നവരെ സംബന്ധിച്ച് അതിനെ അടിസ്ഥാനമാക്കി പറഞ്ഞു പോകാൻ, റിയൽ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് അതിന് ടാക്സേഷനും മറ്റു ചോദ്യങ്ങളിൽ പല കാര്യങ്ങളുണ്ടാകാം നിങ്ങൾക്ക്. അത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നതിലെ കോമ്പിനേഷനെ കുറിച്ച്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്നതൊന്നില്ല, നെഗറ്റീവായും പോസിറ്റീവായും എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു പോകാനുള്ള 1-to-1 മീറ്റിംഗ്. അതാണ് നാളെ മുതൽ ഓർഗനൈസ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ടാവുമല്ലോ. ആ കോർഡിനേറ്റർ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അത് 1-to-1 മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ഒരുപാട് മീറ്റിങ്ങുകൾ ഓരോ ദിവസം ലൈനപ്പ് ചെയ്യുന്നതുകൊണ്ട് കോർഡിനേഷൻ മുഖേന ഒരു സിംഗിൾ സിസ്റ്റത്തിൽ കൂടിയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. ആ മീറ്റിംഗ് 1-to-1 നമ്മൾ എല്ലാവരും ഇരിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. റിയൽ അക്കൗണ്ട് തുടങ്ങാൻ ഇന്നലത്തെ സെഷന് ശേഷം നിങ്ങൾ പലരും വിളിക്കുകയുണ്ടായി. അതിൽ നിങ്ങൾ കുറച്ചുപേരൊക്കെ ഓൾറെഡി $25,000 മുകളിലുള്ള സ്റ്റാൻഡേർഡ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു എന്നത് അറിയുന്നത് സന്തോഷം. അത് നിങ്ങൾ ആസ് ഇറ്റ് ഈസ് കീപ്പ് ഓൺ ചെയ്യുക. അതിൽ ആൽഫ മർജ് അക്കൗണ്ട് എന്ന ഫെസിലിറ്റി കൂടി നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ഗുണപ്രദമാണ്. ഇനി ആദ്യമായി തുടങ്ങുന്നവരെ സംബന്ധിച്ച് സംശയത്തിന്റെ എനിക്ക് ശരിയായിട്ടുണ്ടോ, എനിക്ക് കുറെ കൂടി പഠിക്കണം, റിഹേഴ്സൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ തുടക്ക ദിവസത്തിൽ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇഷ്ടം പോലെ ട്രേഡ് ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കും, തോന്നും പോലെ ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കും. അത് ട്രേഡിംഗ് എന്ന പ്രോസസ്സ് പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഇന്നത് മാറ്റുകയാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ. എന്ത്, നിങ്ങൾ തോന്നും പോലെ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ദിവസം ഇന്നായിരിക്കണം. ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസം പോലും തോന്നുന്നത് പോലെ ട്രേഡ് ചെയ്യുന്ന ഡെമോ അക്കൗണ്ട് പരീക്ഷിക്കരുത്. പകരം എന്ത് ചെയ്യണം, ഇന്ന് പറഞ്ഞു തന്ന റൂളിനെ അടിസ്ഥാനമാക്കി അവസരം കിട്ടിയാൽ മാത്രം ഡെമോ അക്കൗണ്ടിലും കച്ചവടം. ഡെമോ അക്കൗണ്ട് ആണെങ്കിലും റിയൽ അക്കൗണ്ട് ആണെങ്കിലും അത് തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്ക് ആ ഡിസിപ്ലിൻ എത്തിക്കുള്ളൂ, ആ വിഷൻ എത്തിക്കുള്ളൂ, അത് ഹാബിറ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ ഒരാൾ റിയൽ അക്കൗണ്ടിൽ തുടങ്ങുമ്പോൾ അതിൽ ഡിസിപ്ലിൻ ഞാൻ പാലിച്ചോളാം, ഇപ്പോൾ ഡെമോ അക്കൗണ്ടിൽ ക്ലിക്ക് 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 എന്ന് ഞെക്കി കളിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഹാബിറ്റില് ഇത് തനിയെ കയറും. ഹാബിറ്റില് നിങ്ങൾക്ക് ബോധമൊക്കെ ഉണ്ടാവും, ബോധപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ എത്ര ബോധപൂർവ്വം ചിന്തിച്ചാലും ഹാബിച്വലായിട്ട് ഈ സംഭവം തനിയെ കയറി വരും. അതുകൊണ്ട് ഡെമോ അക്കൗണ്ടിലെ പരീക്ഷണങ്ങൾ നിർത്തുക, അനാവശ്യ പരീക്ഷണങ്ങൾ നിർത്തുക. പക്ഷേ ആ സിസ്റ്റത്തിന് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണം കണ്ടിന്യൂ ചെയ്യുക. അതാണ് വേണ്ടത്. ഒപ്പം റിയൽ അക്കൗണ്ട്, നിങ്ങൾക്ക് സുഹൃത്തുക്കളെ റിയൽ അക്കൗണ്ടിൽ തുടങ്ങുന്നു. ചില ആൾക്ക് സംശയം, ഞാൻ കുറച്ചുകൂടി എക്സ്പേർട്ട് ആവാനില്ല ഇതില്. നിങ്ങൾ എന്താ എക്സ്പേർട്ട് ആവുക? പുതിയ കണ്ടുപിടുത്തമോ? ഇതാണ് റൂള്. ഇത് കണ്ടാൽ ചെയ്യണം. കണ്ടാൽ ആലോചിക്കാനുണ്ടോ? ഇല്ല. അങ്ങനെ കണ്ടാൽ ഇതാണ് ട്രെൻഡ്, വാങ്ങുക, താഴെ സ്റ്റോപ്പ് ലോസ് ഇടുക. റോള് കഴിഞ്ഞു. ഇത് ആലോചിച്ച് കണ്ടുപിടിക്കാൻ എന്തെല്ലാണോ? ഒന്നുമല്ല. ആ സിസ്റ്റം, അതിനെ സിസ്റ്റം എന്ന് പറയാം. ആ സിസ്റ്റം നമുക്കുണ്ടാകണം. ഇങ്ങനെ കണ്ടാൽ ഇന്നതുപോലെ ചെയ്യും, ഇന്നതുപോലെ സ്റ്റോപ്പ് ലോസ് ഇടും, ഇത് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഇന്ന് ടേക്ക് പ്രോഫിറ്റ് ഇടും. അതാണ് സിസ്റ്റം എന്ന് പറയാ. അല്ലാതെ എത്ര ടെക്നോളജി നിങ്ങൾക്കറിയാം, എത്ര ടൂളുകൾ നിങ്ങൾക്കറിയാം, അതല്ല ഇതിലെ വിജയത്തിന്റെ അടിസ്ഥാനം. ആ സിസ്റ്റം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. റിയൽ അക്കൗണ്ട് തുടങ്ങിയ ആളെ സംബന്ധിച്ച് ആദ്യ ദിവസം എനിക്ക് പേടിയുണ്ട്. പേടിക്കുന്നതിന് കാരണം എന്താ? നിങ്ങൾക്ക് സിസ്റ്റം ഇല്ല. ആലോചിക്കാൻ മുകളിൽ പോകുമോ താഴെ പോകുമോ, അപ്പൊ പേടിയാണ്. അതല്ല വേണ്ടത്. ഒറ്റ റൂള്, ഇതെങ്ങനെ കണ്ടാൽ ഇത് ചെയ്തിരിക്കും, താഴെ സ്റ്റോപ്പ് ലോസ് ഇടും. ഡിഫൈൻഡ് അല്ലേ? നഷ്ടം എത്ര എന്ന് കൃത്യമായി ഡിഫൈൻഡ് ആണ്. ലാഭം അതെ, ഇതാണ് എന്റെ ലാഭം. ആദ്യമേ ഡിഫൈൻ ചെയ്തിട്ട് തീരുമാനം എടുത്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? ഒന്നുമില്ല. സുഹൃത്തുക്കളെ, അല്ലാതെ വാർത്ത വായിച്ച് ഫുൾ പഠിച്ചു മനസ്സിലാക്കി എന്തോ തീരുമാനം എടുക്കാൻ വേണ്ടിയല്ല, അത് ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു ഡിസിപ്ലിൻഡ് മെത്തേഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, വർഷം എത്ര കഴിഞ്ഞാലും നമ്മൾ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങളുടെ ഇപ്പോഴുള്ള മുഖ്യ വരുമാനത്തെക്കാൾ എത്രയോ കൂടുതൽ സിസ്റ്റമാറ്റിക്കായി വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരുമെന്ന് പ്രത്യേകിച്ച് ഉറപ്പ് തന്നുകൊണ്ട് സുഹൃത്തുക്കളെ, GBRR എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. GBRR എന്താണ്? GBRR ഗ്രോ ഇൻ ബിസിനസ് വിത്ത് റെപ്യൂട്ടേഷൻ ആൻഡ് റെസ്പെക്ട് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ എക്സ്പാൻഷൻ. ഗ്രോ ഇൻ ബിസിനസ് വിത്ത് റെപ്യൂട്ടേഷൻ ആൻഡ് റെസ്പെക്ട്, GBRR. ഈ വരാൻ പോകുന്ന ശനിയാഴ്ച, മറ്റന്നാൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് പ്രോഗ്രാം.
സുഹൃത്തുക്കളെ, ഒരു 3/4 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. വെൽത്ത്വേയുടെ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ കൂടി കടന്നു പോകാൻ, എന്താണ് ഈ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാൻ, അതുമായി ബന്ധപ്പെട്ട ഇൻകം എന്ത്, അത് നിങ്ങൾക്ക് കിട്ടുന്ന രീതി എങ്ങനെ, സുഹൃത്തുക്കൾ 6 മാസത്തോളം ഒരുപക്ഷെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചു കഴിയുന്ന ഒരാളെ സംബന്ധിച്ച്, സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചു പോകുന്ന 6 മാസത്തോളം പ്രവർത്തിച്ചു പോകുന്ന ആളെ സംബന്ധിച്ച്, കൃത്യമായ ഒരു കോർഡിനേഷൻ സംവിധാനത്തിൽ കൂടി കടന്നു പോകുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ മാസ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. അതും നിങ്ങൾ ആരുമായിട്ടാണോ ബിസിനസ് ചെയ്യുന്നത് അവരൊക്കെ നിങ്ങളെ പ്രത്യേകിച്ച് റെസ്പെക്ട് ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ ഭാഗമായി റെപ്യൂട്ടേഷൻ വളർന്നു വരുന്ന രീതിയിൽ വരുന്ന ഒരു സംവിധാനം. വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ തുടങ്ങി പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ, ഒരു ഫിസിക്കൽ ബിസിനസ് മോഡൽ നടത്തേണ്ടവരെ സംബന്ധിച്ചും നിങ്ങൾക്ക് ശനിയാഴ്ച നടക്കുന്ന VBRR എന്ന പ്രോഗ്രാം രാത്രി 9 മണിക്കാണ് ശനിയാഴ്ച. ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരും. നിങ്ങൾ സമയമുള്ളവർ പങ്കെടുക്കുക. അതുകൂടാതെ നിങ്ങൾ മെഡിക്കൽ മേഖലയിൽ നിന്ന് പങ്കെടുക്കുന്ന ആരൊക്കെ കുറച്ചു പേരിലുണ്ട്. ഡോക്ടേഴ്സിന് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാം, അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡോക്ടേഴ്സ് ആണ്. അത് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ മലയാളത്തിലാണ്, ഫോളോയിങ് സാറ്റർഡേ ഇംഗ്ലീഷിലാണ്. മലയാളത്തിലുള്ള ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം, അത് ഡിജിറ്റൽ വേൾഡിൽ ഡോക്ടേഴ്സിന്റെ പ്രസൻസുമായി ബന്ധപ്പെട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നിങ്ങൾ പാർട്ട്ണർ പ്രോഗ്രാമിൽ കൂടി കടന്നു പോകുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഉൾപ്പെടെ സർവ്വ മേഖലയിലുള്ളവരും മാറി വരുന്ന കാലഘട്ടത്തിന്റെ ചേഞ്ച് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ മാറിയില്ലെങ്കിൽ സമൂഹം നമ്മളെടുത്ത് മാറ്റും. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വെൽത്ത്വേ നടത്തുന്ന ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം അതും വരുന്ന ആഴ്ചയിൽ നടക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ മെസ്സേജസ് അയച്ചു തരും. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ പങ്കെടുത്തു പോകണം സുഹൃത്ത്. അതിന് അത്ര ക്രീമായ ഉറപ്പുള്ള ഗുണപ്രദമായ കാര്യം മാത്രമേ ട്രെയിനിങ്ങിൽ തരുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും തരില്ല എന്നതാണ് ഒരു പ്രത്യേകത. ഇതിൽ ഹിഡൻ ചാർജുകളോ ഫീസുകളോ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, വരുന്ന തിങ്കളാഴ്ച അതുപോലെ മെഡിക്കേറ്റ് വെൽത്തിന്റെ പുതിയ ബാച്ച് തുടങ്ങാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 7:30-നും രാത്രി 10:30-നും തന്നെയാണ് മലയാളത്തിൽ ബാച്ച് നടക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പരിചയക്കാരോടും ബന്ധുമിത്രാദികളോടും പറയണം. ദീപാവലി പ്രമാണിച്ചുള്ള അവധി ദിവസം കൂടിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമയം സമ്മതിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും എല്ലാ പരിചയക്കാരോടും അറിയിക്കുക. ഈ ദീപാവലിക്ക് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് കൂടിയായിരിക്കും അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റിവിഷൻ പങ്കെടുക്കണോ? അനുവാദം ചോദിക്കേണ്ട കേട്ടോ. ആർക്കും പങ്കെടുക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. റിവിഷൻ കേൾക്കുന്നത്, പുതിയ സെഷൻ കേൾക്കുന്നേക്കാളും റെക്കോർഡ് സെഷന്റെ കേൾക്കുന്നതാണ് നല്ലത്. നാളെയും ഫുൾ സെഷൻ റിവിഷൻ ഉണ്ട്. രാവിലെ 9 മണി മുതൽ ഫുൾ സെഷൻ റിവിഷൻ ഉണ്ടാകും. ടോട്ടൽ 10 സെഷന്റെ റിവിഷൻ നാളെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇതേ സെഷന്റെ തനി ആവർത്തനം നാളെ രാവിലെ 11:30-നും വൈകുന്നേരം 4 മണിക്കായിരിക്കുമെന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ, 1-to-1 മീറ്റിംഗ്, നേരിട്ട് ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരുമായിരുന്നുള്ള 1-to-1 മീറ്റിംഗ്. ആ 1-to-1 മീറ്റിങ്ങിന് വേണ്ടവർ നേരത്തെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ കോർഡിനേറ്റർ അറിയിക്കാം. അല്ലെങ്കിൽ നാളെ ഒന്നുകൂടി നിങ്ങൾ കേട്ടിട്ടാവണോ അത് കേട്ടിട്ട് അറിയിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ 10 ദിവസം സ്ഥിരമായി, പ്രത്യേകിച്ച് ഞായറാഴ്ച ഉൾപ്പെടെ കൃത്യമായി പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ സെഷൻ ഒഫീഷ്യലി 10 ദിവസം നീണ്ടുന്ന സെഷൻ, ഇന്നത്തെ മാത്രമല്ലല്ലോ, എല്ലാ ദിവസത്തെ സെഷൻ ഇന്നത്തെ കൺക്ലൂഷൻ ആണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.